വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് ടു എവരി വൺ. ഇന്നത്തെ ഈ സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു സ്വാഗതം ഓതുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്, എല്ലാവർക്കും ആവശ്യമുള്ള സബ്ജക്റ്റാണ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് അല്ലേ? അതിന് നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാണ് ആ കാര്യങ്ങൾക്ക്. രണ്ട് കാര്യങ്ങൾക്കാണ് നിതാന്ത എന്നും നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒന്നെന്താണ്? നമ്മൾ ഇതെന്തിനാ ചെയ്യുന്നത്? ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് ആരോഗ്യം അല്ലേ? ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഫുഡ് നമ്മളെ ആരോഗ്യം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മളത് ആരോഗ്യത്തെ പറ്റി മറ്റൊരു സമയത്താണ് സംസാരിക്കുന്നത്. ഇന്നു മുതൽ ഈ ഒരാഴ്ച നമ്മൾ മുഴുവൻ സംസാരിക്കുന്നത് നമ്മളെയൊക്കെ സന്തോഷത്തിൽ നിർത്തുന്ന, നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള, എന്നാൽ നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ പിടികിടാതെ പോകുന്ന ഒരു സാധനത്തെ പറ്റിയാണ്. നമ്മളെപ്പോഴും അതിനെങ്ങനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ താടിക്കൊണ്ടേയിരിക്കും അല്ലെ? അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട് കേട്ടോ. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർക്ക് തൊട്ടാവാടിയെ പോലെയാണ് ഈ സാധനം അല്ലെ? ചിലപ്പോൾ നമ്മൾ എത്തുമ്പോഴായിരിക്കും ഈ സാധനം അവിടുന്ന് വിട്ടുപോവുക. അങ്ങനെ ഒരു സാധനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെ അത് സാധ്യമാകും, എന്തായിരിക്കും സാധനമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്തിനെ പറ്റിയായിരിക്കും എന്ന് ഒന്ന് ടൈപ്പിംഗിൽ എല്ലാവരും, ചാറ്റിംഗിൽ എല്ലാവരും പെട്ടെന്ന് ടെക്ക് എന്ന് പറഞ്ഞിട്ടെ. ആ പോരട്ടെ പോരട്ടെ പോരട്ടെ. ആരില്ലേ? ഒരാളേ ഉള്ളൂ. ഒരാൾ മാത്രം ക്വിക്കായിട്ട് വന്നിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പെട്ടെന്ന് വേണ്ടത് അയാൾക്കാണല്ലേ, അതുകൊണ്ട് ക്വിക്കായിട്ട് വന്നതാണ്. ക്വിക്കായിട്ട് വരട്ടെ. എന്നാൽ ഇവിടെ ഇപ്പൊ പറഞ്ഞു, ഞാനിപ്പോ സംസാരിക്കാൻ വിചാരിച്ചതിന് വ്യത്യസ്തമായി ചെറിയൊരു ടോപ്പിക് അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. നിങ്ങൾ ആദ്യം പറയുന്നതും നമ്മൾ ഇന്ന് പറയുന്നതും തമ്മിലൊരു വ്യത്യാസം, നിങ്ങൾ പറയുന്ന കാര്യം ചെറിയൊരു വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളവരില്ലേ? ഇത്ര പേരേ ഉള്ളൂ ടൈപ്പിംഗിൽ. ബാക്കിയുള്ളവർക്ക് സബ്ജക്റ്റ് അറിയില്ലേ? എന്നാൽ സബ്ജക്റ്റ് അറിഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്നത് മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി, അപ്പൊ അതായിക്കോളും. എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയുള്ളവർക്കെല്ലാം സമയം എടുക്കണം, ടൈപ്പ് ചെയ്യണം, ഫോൺ എടുക്കണം, ടൈപ്പ് ചെയ്യണം. ഓക്കെ, ശരി. അതാണ്, നോക്കൂ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ശരിയാണ് ബിനു പറഞ്ഞത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിലെ ഒരു ഘടകമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മനസ്സിനെ ബാധിക്കുന്ന ഒരു ഘടകത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം പണത്തെ പറ്റിയല്ല, വെൽത്തിനെ പറ്റിയിട്ടാണ്. വെൽത്ത് വേറെയാണ്, പണം വേറെയാണ് കേട്ടോ. നമുക്ക് വെൽത്ത് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് പണം ഉണ്ടാവുക. അത് പണം വേറെയാണ്, വേറെ എന്നല്ല, വെൽത്തിനകത്തുള്ള ഒരു സാധനമാണ് ഈ പണം. പണം മാത്രമല്ല വെൽത്ത്, പണം എന്ന് പറയുന്നത് വെൽത്തിനകത്തുള്ള. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും വെൽത്തിനെ പറ്റിയിട്ടാണ്. വെൽത്ത് എന്ന് പറയുന്നത് ഒരു കുടവും പണം എന്ന് പറയുന്നത് അതിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സാധനവുമാണ്. അപ്പോൾ നമ്മൾ മണിയെ പറ്റിയാ പറയുന്നതെങ്കിൽ കുടത്തിനകത്തുള്ള സാധനത്തെ പറ്റി പറയും അല്ലെ? അപ്പൊ നമ്മൾ കുടത്തിനെ പറ്റി പറയണോ, കുടം വലുതാക്കണോ, അകത്തുള്ള സാധനം വലുതാക്കണോ? ആക്ച്വലി എന്താണ് നമുക്ക് വലുതാക്കേണ്ടത്? കുടം വലുതാക്കിയാൽ അതിനകത്ത് സാധനം നിറഞ്ഞോളൂ അല്ലെ? നമ്മളെപ്പോഴും പറയാണ്ട് കുടമാണ് വലുതാക്കേണ്ടത്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് മണി ബോൾ എന്ന് പറയും. മണി ബോളിലാണ് നമ്മുടെ വിഷയം വരുന്നത്. എപ്പോഴും മണി ബോൾ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് കുടം കൂടുതലായിട്ട് ഇത് വരികയുള്ളൂ, മണി കൂടുതലായി വരികയുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെൽത്തിനെ പറ്റിയിട്ടാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്, അല്ലാതെ മണിയെ പറ്റിയല്ല. മണി ഈസ് എ പാർട്ട് ഓഫ് വെൽത്ത് ആണ്. മണി വേണം, മണി വേണ്ടെന്നല്ല, മണി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അല്ലെ? നമുക്ക് പണം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? പണത്തിന് നമുക്ക് എന്തെങ്കിലും രീതി നിക്ഷേപിക്കണം, എങ്കിൽ മാത്രമല്ലേ പണം കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ കുറേ പൈസ നമ്മളിൽ കിട്ടി, പണം എന്ന് പറഞ്ഞാൽ കറൻസിയാണ് അല്ലേ? ഇറ്റ്സ് എ കറൻസി, ജസ്റ്റ് എക്സ്ചേഞ്ചബിൾ കറൻസി. അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. അതിന് എവിടെയെങ്കിലും കൊണ്ടുപോയി വെൽത്താക്കി മാറ്റിയാൽ മാത്രമേ വാല്യുള്ളൂ. അല്ലെങ്കിൽ വെറും നോട്ട് കെട്ടുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി ബാങ്കിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ബാങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, ബാങ്കിൽ പോയി നമ്മൾ നിക്ഷേപിച്ചു വെച്ചു. അത് മൾട്ടിപ്ലിക്കേഷനോ ഗ്രോത്തോ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്കുണ്ടോ? അത് നമുക്ക് വളരണോ അല്ലേ? കാരണം നമുക്കറിയാമല്ലോ, ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കും കേട്ടിട്ടുണ്ടോ? ഇൻഫ്ലേഷൻ റേറ്റ് എന്താണ്? ഇൻഫ്ലേഷൻ റേറ്റ് എങ്ങനെയാണ് ഇത് നമ്മളെ ബാധിക്കുന്ന അറിയോ? നമ്മുടെ സബ്ജക്റ്റ് അല്ല, ഞാൻ പറഞ്ഞു പോകുന്നതാണ്.
നമുക്കെപ്പോഴും ഇന്ത്യയിൽ തന്നെ 7%, ഇപ്പൊ 6% മുതൽ 7% ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1,00,000 രൂപ അടുത്ത വർഷം എത്രയാണ്? 96,000 രൂപയായി മാറും അത് ഓട്ടോമാറ്റിക്കായിട്ട്. അല്ലാതെ 1,06,000 ആവുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മണി മൾട്ടിപ്ലിക്കേഷൻ ആയിക്കണം, മണി വളരണം, എന്നാൽ മാത്രമേ നമ്മളെ സെയിം വാല്യൂ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ നിൽക്കില്ല. അത് വേറൊരു കോൺസെപ്റ്റാണ്. ഇപ്പൊ അതല്ല നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് സമ്പന്നനായി തുടരാൻ സാധിക്കുക, അതിനുള്ള വഴികളെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ സമ്പന്നനാവുക? കുറേ പൈസ നമ്മളിൽ വന്നാൽ നമ്മൾ സമ്പന്നനാവുമോ? ഒരുപാട് മണി നമ്മളിൽ വന്നു, കോടിക്കണക്കിന് രൂപ നമ്മളിലുണ്ട്, അവിടെ സമ്പന്നൻ ആവാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ സമ്പന്നനാവാൻ പറ്റില്ല. സമ്പന്നനാവണമെങ്കിൽ നമ്മളുടെ ആ വെൽത്ത്, ആ ഒരുപാട് സ്വത്തുള്ള, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ലേ, ഒരുപാട് സ്വത്ത്, ഒരുപാട് കാറുകൾ, ഒരുപാട് ബംഗ്ലാവുകൾ, ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് ബാങ്ക് നിക്ഷേപങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും ഒരു നിമിഷം പോലും സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്ത എത്ര പേരുണ്ട്? ഈ എത്ര പേരുണ്ട്? അങ്ങനെ എത്ര പേരുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ടല്ലേ മണി എന്ന് പറയുന്നത് നമുക്ക് പേടിയാവുന്ന സാധനം. മണി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, സ്വസ്ഥത ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പോൾ മണി ഉണ്ടാവുന്നതല്ല പ്രധാനം, മണിയിലൂടെ സ്വസ്ഥത ഉണ്ടാവണം. അതിന് പറയുന്ന പേരാണ് വെൽത്ത് മൈൻഡ്ഫുൾനെസ്. ആ വാക്കെന്ന് എഴുതി വെച്ചോളൂ, പുതിയ ടെർമിനോളജിയാണ്, അധികം ആരും ഉപയോഗിക്കാത്ത ടെർമിനോളജിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വെൽത്ത് മൈൻഡ്ഫുൾനെസ്. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ? ഒരു സ്വച്ഛമായ അവസ്ഥയല്ലേ, നല്ല രീതിയിൽ സ്വച്ഛമായിരിക്കാൻ പറ്റുന്ന, അതായത് നമുക്ക് ഒരു ശീലം അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാവുക. മണി ഉണ്ടായ കാര്യമില്ല, മണിയിൽ ഒരു സമൃദ്ധി നമുക്ക് ഉണ്ടാവണം. അപ്പൊ സമൃദ്ധി എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക? സമൃദ്ധി നമ്മുടെ മനസ്സുമായി കണക്ട് ചെയ്തിട്ടാണ്. നമുക്ക് ആ സമൃദ്ധി ഒരു ഫീലിങ്സ് ആണ് അല്ലെ. സമൃദ്ധി എന്ന് പറയുന്നത് ഒരു ഫീലിങ്സ് ആണ്. അത് എങ്ങനെയാണ് ഫീലിങ്സ് ആയി മാറുന്നത്? ഇത് പൈസ ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് മില്യൺസ് രൂപയുണ്ട്, മില്യൺസ് സമ്പാദ്യമുണ്ട് അയാളുടെ കയ്യിൽ. അത് സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റേ ബാങ്കിൽ ഫിക്സഡും അല്ലെങ്കിൽ കുറെ സ്വത്തുക്കളും വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഇന്ന് അയാൾക്ക് ഒരു 1,000 രൂപ വേണം. അയാളിൽ അത് എടുക്കാനില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുമോ? നല്ല കാര്യമുണ്ടോ? ഒരു പനി പിടിച്ചു, ഡോക്ടറെ അടുത്ത് പോകാൻ നിൽക്കുമ്പോൾ പോക്കറ്റിൽ പൈസയില്ല, നിങ്ങളുടെ പേഴ്സിൽ പൈസയില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് 6 വർഷത്തേക്കും 5 വർഷത്തേക്കും ഫിക്സഡ് വെച്ച പൈസയും, അല്ലെങ്കിൽ മറ്റുള്ള അടുത്ത് വെച്ചും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും, ഒരുപാട് സ്വത്ത് മേടിച്ചു വെച്ച പൈസയൊക്കെ ഉണ്ട്. അങ്ങനെ എത്ര പേര് നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നറിയോ? ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അവർക്ക് ജീവിക്കാൻ പൈസ ഉണ്ടാവില്ല. പക്ഷെ അതല്ല മൈൻഡ്ഫുൾനെസ്. നമുക്കതെല്ലാം ബാലൻസ് ചെയ്ത് ആവശ്യാനുസരണം, സമ്പത്ത് എന്ന് പറയുന്ന നിർവചനം ഇത്രയാണ്: ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊരു ഉപകരണമാണോ അതിനെയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വെൽത്ത് എന്ന് പറയുന്ന സാധനം ഒരു സ്ഥലത്ത് കെട്ടി നിൽക്കുന്ന ഒരു വസ്തു അല്ല. അത് ചാക്ക് കെട്ടിൽ കെട്ടി വെക്കാവുന്നതോ ബാങ്കിൽ നിക്ഷേപിക്കാവുന്ന സാധനമല്ല. നമുക്ക് ഫ്ലോ ഓഫ് മണിയാണ് ആവശ്യം. ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്ന അവസ്ഥയാണ് ആവശ്യം. നമ്മൾ അവിടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കണം. ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാല് അവർക്ക് 5 ദിവസത്തെ ഭക്ഷണം ഒന്നിച്ചുണ്ടാക്കി വെച്ചിട്ട് സമൃദ്ധമായി ഇരിക്കാൻ പറ്റുമോ? അതാത് സമയത്ത് ഉണ്ടാകണം അല്ലെ. ആ ഭക്ഷണം അതാത് സമയത്ത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഉണ്ടാക്കി കുറെ മുമ്പേ വാങ്ങിച്ചുണ്ടാക്കി വെച്ചിട്ട് വരുന്ന സമയത്ത്, ആള് വരുന്ന സമയത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് രുചികരമാകുമോ? ആവില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മണിയിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വെൽത്തി മാൻ ആവണമെങ്കിൽ നമ്മൾ ഒരു ചാലകമായി മാറണം, നമ്മളൊരു കണ്ടക്ടിവിറ്റി ആയി മാറണം ഈ വെൽത്തിന്റെ. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് കാര്യം. ഇനി എങ്ങനെയാണ് ഒരാൾ സമ്പന്നരാവാൻ ശ്രദ്ധിക്കേണ്ട 7 പടികൾ എന്നാണ് പറയുന്നത്. 7 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ 7 എണ്ണമാണ് ഇന്ന് മുതൽ നമ്മൾ ക്ലാസ്സിൽ പറയുന്നത്. ചിലപ്പോൾ ഇന്ന് 7 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ബാക്കി നാളെ പറയാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബിലീവ് യു ആർ വെർത്തി ഓഫ് ഹാപ്പിനെസ് എന്നാണ്. ബിലീവ് യു ആർ വെർത്തി ഓഫ് ഹാപ്പിനെസ്. നോക്കൂ, ഞാൻ പറഞ്ഞ ആദ്യത്തെ പദത്തിൽ പണമില്ല, ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ സന്തോഷത്തിന് യോഗ്യനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുക. എങ്ങനെ സന്തോഷത്തിന് യോഗ്യനാണ്?
കാശുണ്ടാകുമ്പോഴേ സന്തോഷം ഉണ്ടാവില്ലല്ലേ? കാശില്ലെങ്കിൽ നമ്മൾ എല്ലാ സന്തോഷവും പമ്പ കിടക്കും. ഇപ്പൊ എല്ലാവരും പറയാൻ പറ്റും, കാശില്ലെങ്കിൽ സന്തോഷിക്കാൻ ഒട്ടും പറ്റില്ല. കാശില്ലെങ്കിൽ ഒരുത്തനും സന്തോഷിക്കാൻ പറ്റില്ല. ടെൻഷൻ ഓട്ടോമാറ്റിക് വന്നോളൂ. അപ്പോൾ സന്തോഷിക്കാൻ ഞാൻ യോഗ്യനാണെന്നുള്ള സ്വയം പ്രഖ്യാപനം. സംഭവം മനസ്സിലായോ? ഒന്നുകൂടി പറയണ പോയിന്റ്, ബിലീവ് യു ആർ വർത്തി ഓഫ് ഹാപ്പിനെസ്. നിങ്ങൾ സന്തോഷത്തിന് യോഗ്യൻ എന്ന് വിശ്വസിക്കുക. അപ്പോഴാണ് ഇത് ചാലകമായി മാറുന്നത്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണ് ഇത് ചാലകമാക്കി മാറ്റുക. എനിക്ക് സന്തോഷത്തിന് ഞാൻ യോഗ്യനാണ്, എനിക്ക് ഇത്രയും മൂല്യമുണ്ട്, എൻ്റെ സന്തോഷത്തിന്റെയും സമ്പത്തിന്റെ യോഗ്യത എനിക്കുണ്ട് എന്ന് സ്വയം വിശ്വസിക്കുക. എനിക്ക് പൈസ വരില്ല സാറേ, അവിടുന്ന് പൈസ വരുന്നില്ല സാറേ, ഇവിടുന്ന് കിട്ടിയില്ല സാറേ, എന്താ സാറേ അതിന് പൈസ ഇല്ല. കോഴ്സിന് ചേരാൻ പറഞ്ഞപ്പോൾ കോഴ്സിനൊക്കെ ചേരാൻ താല്പര്യമുണ്ട് സാറേ, പക്ഷെ പൈസ വരണ്ടേ, എന്നാലേ ചേരാൻ പറ്റൂ. അവിടെ നിങ്ങൾക്ക് കോഴ്സിന് കൊടുക്കുന്ന പൈസ അല്ല വിഷയം. നിങ്ങൾ ഓൾറെഡി ഡിക്ലൈൻ ചെയ്തു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എനിക്കിത് പൈസ വരാൻ യോഗ്യതയില്ല എന്ന്. അങ്ങനെ ഒരിക്കലും പറയരുതേ. അവിടെയാണ് വിശ്വാസത്തിന്റെ ഭാഗം. എന്ന് വെച്ചാൽ നിങ്ങൾ അന്നേരം ചാടിക്കയറി പൈസ കൊടുത്ത് കോഴ്സ് മേടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ആ അർത്ഥത്തിലല്ല, കോഴ്സല്ല എവിടെയും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ നമ്മൾ അവിടെ ചെയ്യുന്നത്. ഞാനിതിന് യോഗ്യനല്ല എന്നല്ല, എൻ്റെ പൈസ വരില്ല എന്നുള്ളൊരു നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, അവിടെയാണ് വിഷയം. അവിടെ നിങ്ങൾ അങ്ങനെ തോട്ടേ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ആവശ്യാനുസരണം പൈസ വരും, ഞാനത് ആവശ്യത്തിന് ഉപയോഗിക്കും. ക്ലിയർ ആണ്? ഒന്നുകൂടി പറയാം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയും ചാടിക്കേറി പൈസ ചെലവാക്കുക അല്ല സമ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ആവശ്യമുള്ളിടത്ത് ചെലവാക്കാൻ പൈസ എൻ്റെ ഉണ്ടാവും. അപ്പൊ എൻ്റെ ആവശ്യം എപ്പോഴാണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും. എങ്ങനെയാണ്? അതും എൻ്റെ നെസസിറ്റിയും അതിൻ്റെ വാല്യൂവും ശരിയായി വരുമ്പോൾ മാത്രമേ ഞാൻ ചെലവാക്കുള്ളൂ, അല്ലാത്തടത്ത് ഞാൻ ചെലവാക്കില്ല. അപ്പൊ അത് എന്നിലുള്ള മൂല്യമാണ് ആ സാധനം, എങ്കിൽ മാത്രമേ ആ സാധനം വരുള്ളൂ. കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ മണിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും കുട്ടികളായിട്ട് കണക്ട് ചെയ്യട്ടോ, ചെറിയ കുട്ടികളായിട്ട് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമല്ല. ഒരു 2 വയസ്സായ കുട്ടിയെ എഴുന്നേറ്റ് നടക്കുന്ന കുട്ടിയാണ്. നമ്മളൊരു 5-6 പേര് ഉള്ളിടത്ത് ഒരു കുട്ടി ഉണ്ടെന്ന് കരുതുക, ചെറിയൊരു കുട്ടി ഉണ്ടെന്ന് കരുതുക, അല്ലെ 10-25 ആളുണ്ടെടുത്ത് 5 ആളെ കൂട്ടാം, ഒരു കുട്ടി ഉണ്ടെന്ന് കരുതുക. ആ കുട്ടി ആദ്യം ആരെടുത്തേക്കായിരിക്കും വരിക? കുറെ ആളുണ്ടാകുമ്പോൾ അതിനകത്ത് കുട്ടി ആരെടുത്തേക്കായിരിക്കും? ഒന്ന് കുട്ടി ആരോടായിരിക്കും ചിരിക്കുക? അല്ല, അമ്മയില്ല, അമ്മ അവിടെ ഇല്ല, കുറച്ച് ആൾക്കാരെല്ലാം എടുത്ത് കുറച്ച് ആൾക്കാരെടുത്ത് കുട്ടി വരുമ്പോ കുട്ടി ഇഷ്ടപ്പെട്ട് ഒരാൾ വരണമെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ് അയാൾ കാണണം, എങ്കിൽ മാത്രമേ കുട്ടി വരുള്ളൂ. ഒന്നുകിൽ നമ്മൾ ചിരിച്ചു കാണിക്കണം, കുട്ടിയോട് കുട്ടിത്തത്തോടെ ഭാവത്തോട് കാണാൻ തുടങ്ങണം. അതിന് ആ കുട്ടിയെ നമ്മൾ ഇഷ്ടപ്പെടണം. ആ ഇഷ്ടപ്പെട്ടെടുത്ത് മാത്രം കുട്ടി കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്യണ്ട, നമ്മൾ വായി കൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിയോട് നമുക്ക് കളിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ കുട്ടി നമ്മളെടുത്ത് വരും, അല്ലേ? സ്വാഭാവികല്ലേ ഇതല്ലേ? അതേപോലെ മണിയെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മണിയോട് പറയണം, ഞാനും നീയും ഒരേപോലെയാണ്, നിനക്ക് വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയുന്ന പോലെ അല്ലെ? പണ്ടൊക്കെ പ്രേമിച്ച് നടക്കുമ്പോൾ അങ്ങനെ പറയായിരുന്നു, നല്ല കാമുകയോട് നീ എൻ്റെ കൂടെ വന്നോളൂ, നല്ല സുഖമായിട്ട്. പക്ഷെ അപ്പൊ നമ്മൾ ഇയാൾ തന്നെയാണ് ബെറ്റർ എന്ന് വിചാരിച്ച് കുറെ ആൾക്കാർ പുറകെ പോവില്ലേ? അതുപോലെ അത് അഭിനയമാണ്, ഇത് അഭിനയമല്ല പറഞ്ഞത്, ഇത് റിയലാണ് പറഞ്ഞത്. മണിയെ നമ്മൾ റിയൽ ആയിട്ട് അങ്ങനെ കാണുക കഴിയുമ്പോൾ, അതായത് നമ്മൾക്കൊരു സ്വയം മൂല്യം, മണിയുമായിട്ട് ഒരു മൂല്യം ഉണ്ടാക്കണം. അതായത് മണി ഒരു 1000 രൂപ എന്ന് പറയുന്നത് എന്താണ്? ആ മണിയുടെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്? ആ കറൻസിക്ക് ആ പേപ്പറിലുള്ള വിലയല്ലല്ലോ, നമ്മൾ മനസ്സിൽ കൊടുക്കുന്ന ഒരു വാല്യൂ അല്ലേ അത്? നമ്മൾ പഠിച്ചു വന്ന പരമ്പരാഗതമായി നമ്മൾ സെറ്റ് ചെയ്തു വന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു കോൺസെപ്റ്റിന്റെ അല്ലേ 1000 രൂപയായി മാറുന്നത്. അപ്പോൾ ആ വില നമ്മൾ എങ്ങനെയാണോ അതിൽ കൊടുക്കുന്നത്, അതേപോലെ മണിക്കും നമുക്കും ഒരു മൂല്യം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമ്മളിൽ ആ വാല്യൂ വരും. നമ്മളിതിന് സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ് എനർജി ലെവൽ എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും എനർജിയെ പറ്റി കൂടുതൽ ഞാനിവിടെ പറയുന്നില്ല, ക്ലാസ്സിലൊക്കെ വളരെ വിശദമായിട്ട് എനർജിയാണ് പഠിപ്പിക്കുന്നത്. സമാനമായ എനർജികൾ തമ്മിൽ മാത്രമേ ആകർഷിക്കുകയുള്ളൂ, അല്ലെ? അറിയാമല്ലോ. നിങ്ങൾ വീട്ടിലിപ്പോ റേഡിയോ ഉണ്ടോ? റേഡിയോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പൊ റേഡിയോ ആരും ഉപയോഗിക്കാറില്ല. മൊബൈൽ ഫോണിൽ റേഡിയോ ഉണ്ടാവും അല്ലെ? ആലപ്പുഴ സ്റ്റേഷൻ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ആലപ്പുഴ, കണ്ണൂര്, കോഴിക്കോട് സ്റ്റേഷൻസ് കിട്ടുന്നുണ്ട്. ഈ സ്റ്റേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ?
ആ സെയിം ഫ്രീക്വൻസി സെറ്റ് ചെയ്താൽ മാത്രമേ ഇത് വരുള്ളൂ, അല്ലെ വേറെ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് വരില്ലല്ലോ, അല്ലേ? അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി, ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു 6800 ഹെഡ്സ് ആണെന്ന് കരുതിക്കും. ആ 6800 ഹെഡ്സിന് സമാനമായ തുകയാണ് 1,00,000 രൂപ. ആ ഫ്രീക്വൻസിയും 1,00,000 രൂപയും കണക്കാന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഞാൻ അതിന്റെ സയന്റിഫിക് ആയിട്ട് കാൽക്കുലേഷന് പോകുന്നില്ല, ഇത്രയും മാത്രം പറഞ്ഞു പോവാം. ആ അത്രയാണ് ഈ 6800 മെഗാ ഹെഡ്സിനുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് 10 ലക്ഷം വേണമെന്ന് പറയുന്നു. നിങ്ങൾ ഒരു ആക്ഷനും എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇന്ന് ഇപ്പൊ ജീവിക്കുന്ന അതേ രീതിയിൽ ജീവിക്കുന്നു. നിങ്ങൾ ഒരു ഫ്രീക്വൻസി മാറാനുള്ള ഒരു പരിപാടി നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളിൽ 10 ലക്ഷം വരുമോ? ഫ്രീക്വൻസി എടുത്തു നോക്കിയാൽ വരുമോ? കാരണം 10 ലക്ഷത്തിന്റെ ഫ്രീക്വൻസി തന്ന 9800 കിലോ ഹെർട്സ് ആണെന്ന് കരുതിക്കും. അത് ട്യൂൺ ആവുമോ? ഇത് ട്യൂൺ ആവില്ല. ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയാണ് സയൻസിൽ എല്ലാത്തിലും ഉള്ളത്. മണിക്കും ഫ്രീക്വൻസി ഉണ്ട്, എനർജി ഉണ്ട്, എല്ലാ ഈ ലോകത്തിലെ സകല ചരാചരങ്ങൾക്കും ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാതെ വരും. ഇപ്പൊ നിങ്ങളിപ്പോ എത്ര പേര് എന്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്? എന്തുകൊണ്ട് ഇതിൽ കൂടുതൽ ആൾക്കാർ വരാത്തത്? അവരുടെ ഫ്രീക്വൻസിയും എന്റെ ഫ്രീക്വൻസിയും മാച്ച് ആവാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനും ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഫ്രീക്വൻസിയും എന്റെ ഫ്രീക്വൻസിയും മാച്ച് ആവുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അഡ്ജസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് ഫ്രീക്വൻസി കഥ പറഞ്ഞാൽ കുറേ പറയേണ്ടി വരും. ഇവിടുത്തെ അവസ്ഥ, ഇവിടുത്തെ ക്ലാസ് അതല്ലാത്തതുകൊണ്ട് ഇത് പറയുന്നത്. ഞാൻ പണത്തിന്റെ ഫ്രീക്വൻസി മാത്രം പറഞ്ഞു പോകാം, അല്ലെങ്കിൽ പറഞ്ഞാൽ കുറേ പറയേണ്ടി വരും. ബന്ധുക്കളെയും സുഹൃത്തുക്കളൊക്കെ ചേർത്ത് പറയേണ്ടി വരും. ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു മൂല്യം നമ്മൾ സെറ്റ് ചെയ്യണം. ആ മൂല്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് അത് നേടാനുള്ള യോഗ്യതയുണ്ടെന്ന് സ്വയം ആദ്യം പറയണം. അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല എന്നും അല്ല എന്നും പറ്റില്ല എന്നും വേണ്ട എന്നുള്ള കാര്യം ഉണ്ടാവില്ല. അത് നമുക്ക് വരില്ല. വരാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കില്ല. പിന്നെ ഓക്കെ, ആവശ്യം ഉണ്ടാവും, ഞാൻ ചിലവാക്കുമല്ലോ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ പോകും. അവിടെയാണ് വളരെ പ്രധാനമുള്ളത്. അപ്പൊ നമ്മളൊരു സാധനത്തിന് യോഗ്യനായി മാറിക്കഴിഞ്ഞാൽ, അല്ലേ, നമ്മളൊരു സാധനത്തിന് യോഗ്യനായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് മണി വേണമെങ്കിൽ അതിന് മണിയിൽ നമ്മൾ സ്വയം മൂല്യമുണ്ടാക്കണം. ആ മണിയുമായി മൂല്യമുണ്ടാക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഓപ്പണായിട്ട് പറയാം, എൻ്റെ ഒരുപാട് മണികളുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ആ കാര്യത്തിൽ കേട്ടോ. അത് എൻ്റെ ജീവിതം എന്നെ തെളിയിച്ചത് അങ്ങനെയാണ്. ആവശ്യാനുസരണം എന്നിലേക്ക് പൈസ വരും. എനിക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ പൈസ എൻ്റെ വരും. ആ പൂർണ്ണ കോൺഫിഡൻസ് ആണ്. ചിലപ്പോൾ ഇന്നിപ്പോ നോക്കി എൻ്റെ പേഴ്സിൽ 10 രൂപ ഉണ്ടാവില്ല, എനിക്കതുകൊണ്ട് കുഴപ്പമില്ല. 10 രൂപ വേണമെന്നില്ല, ആവശ്യമില്ല. ഇപ്പൊ ആവശ്യമില്ലെങ്കിൽ 10 രൂപ. നാളെ എനിക്ക് ചിലപ്പോൾ 50,000 ദിറംസ് വേണ്ടി വന്നു വരും. നാളേക്ക് അത് വരും. വരില്ല എന്ന് പറയാനായിട്ട് എൻ്റെ ജീവിതത്തിൽ വരാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വരില്ല എന്നും പറയില്ല. ഇനിയിപ്പോ വന്നില്ലേ, എനിക്ക് കുഴപ്പമില്ല, കാരണം അത് ഞാൻ അഡ്ജസ്റ്റഡ് ആണ്. മറ്റൊരു ദിവസം വരും. അവിടെ നിന്ന് നമ്മൾ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് അറിയണം. പൈസയെ കൃത്യമായി സ്നേഹത്തോട് ഉപയോഗിക്കാൻ നമുക്കറിയണം. അതിന് വെറുതെ കളയാൻ പാടില്ല. ഇപ്പൊ ഇപ്രാവശ്യം ഉദാഹരണം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ, നിങ്ങളെല്ലാം കണ്ടു, തായ്ലൻഡിൽ പോയി ഒന്ന് കറങ്ങി അടിച്ചു വന്നു. എൻ്റെ 2 ഫ്രണ്ട്സും നല്ല റിച്ചാണ്, നല്ല ശമ്പളമുള്ള കാശുള്ളവരാണ്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെലവാക്കൽ ഞാൻ ചെലവാക്കില്ല. എവിടെ പോകുമ്പോൾ ഞാൻ അവരെ പിടിക്കും. അത്ര വേണ്ട, എന്തിനാ അതിന്റെ ആവശ്യം? അവർ സാറേ എന്തിനാ ഇപ്പോ നമ്മൾ കാശുണ്ടല്ലോ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കേണ്ടതല്ല. എന്നിട്ട് അവർക്ക് ലാസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തു. ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. അവരെല്ലായിടത്തും പറഞ്ഞു 2000 പറഞ്ഞു കഴിഞ്ഞാൽ 2000 അപ്പം കൊടുക്കും. ഞാൻ പറഞ്ഞു 2000 അപ്പം കൊടുക്കലല്ല പരിപാടി. അതിന്റെ ഒരു വാല്യൂ നമ്മൾ നിശ്ചയിക്കണം, എന്നിട്ട് നമ്മൾ കൊടുക്കണം. ആ പൈസ തന്നില്ലെങ്കിൽ മാത്രമേ എടുത്ത പരിപാടിയുള്ളൂ. നമ്മൾ ആ നെഗോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, ഒരു ടേസ്റ്റ് ഓഫ് സ്കില്ലാണ്. ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് അവസാനം ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഞാനിങ്ങനെ അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലോട്ടിംഗ് തോണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവർ ഈ കടയിൽ നിന്ന് സാധനം വെക്കുക. അവർക്ക് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അപ്പൊ അവർക്ക് വാങ്ങി തോന്നിയ വില പറഞ്ഞാൽ മാത്രമേ ടൂറിസ്റ്റിന് അവർക്ക് പൈസ മേടിക്കാൻ പറ്റൂ, സ്വാഭാവികമാണ്. അപ്പൊ ഇവർക്ക് കുട്ടികൾക്ക് എഴുതാനുള്ള പെൻസിൽ, കളർ പെൻസിൽ, ഒരു പെൻസിൽ അങ്ങനെ ഡിസൈൻ മരത്തിലുണ്ടാക്കിയ പെൻസിൽ വേണം. അവര് 2 പെൻസിൽ വേണം. എനിക്ക് ചെറിയ കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. 2 പെൻസിൽ ബോക്സ് കൊടുത്തു. അപ്പോൾ പുള്ളി ഒറ്റയടിക്ക അവിടെയുള്ള ആ ലേഡി പറഞ്ഞു 2000 തായ്ലൻഡിലെ റുപ്പീസ്. 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏകദേശം
40 ദിറംസ് തരും. അത്രയും വലിയ വാല്യൂ 2000 ആവുന്നത്. അപ്പോൾ അത്രയും വില പറഞ്ഞു. അപ്പോൾ ഇവർ 2000 കൂടുതലാണ്, അത്രയും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് പറയാൻ പറ്റുമോ എന്നൊക്കെ വെച്ചിട്ട് 1000-ന് പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കണ്ട, ഞാൻ ചോദിക്കാം. ഞാൻ അതുവരെ ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ നെഗോഷിയേഷൻ പോകാൻ നിൽക്കാറില്ല. ഞാൻ എന്നിട്ട് നേരത്തെ ഞാൻ അവരോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് 2000, ഞാൻ ഒരു കാര്യം ചെയ്യാം, 200 ഇതൊന്നും തരാം, ഇതിന് ഇത്രേ വിലയുള്ളൂ, 200 തരാം. അപ്പൊ പുള്ളിയെ അങ്ങനെ പറ്റില്ല, ഞാൻ ലാസ്റ്റ് എനിക്ക് 500 ആക്കി തരാന്ന് പറഞ്ഞു. 2000 ഒറ്റയടിക്ക് 500 ആക്കി തരാം. ഞാൻ പറഞ്ഞു പറ്റില്ല, 200 വേണമെങ്കിൽ തരാം, അതിൽ കൂടുതലില്ല, അത്രേ ഉള്ളൂ ഇതിന് വില, എനിക്കറിയാം ഇതിന്റെ വില എന്ന്. അവർ പറഞ്ഞു, അവർ ആസാം പറഞ്ഞല്ല 300, 500 300 ആക്കി. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, ആയിക്കോട്ടെ 50 രൂപ കൂടുതലായാലും കുഴപ്പമില്ല, അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. 2000 കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം 300 രൂപ കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഇവർ പറഞ്ഞു, നീ എന്തൊരു മനുഷ്യനാണ്, 2000 പറഞ്ഞ് 300 രൂപ. ഞാൻ പറഞ്ഞു അവർ, എന്നിട്ട് പുള്ളിയോട് ചോദിച്ചപ്പോൾ അവർ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, മേടിച്ചവർ ഹാപ്പിയാണ്. ഇതാണ് മണിയുടെ സൈക്കോളജി. എന്ന് വെച്ചാൽ മണി അങ്ങനെ നമ്മൾ വെറുതെ കളയാൻ പാടില്ല. മണി അതിനൊരു വിലയുണ്ട്, ആ വില അറിഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾക്ക് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട്. ഞാൻ 200 തന്നെ കർശനിച്ച് പിടിക്കുന്നത് തെറ്റാണ്, അത് നമ്മുടെ ധാർഷ്ട്യമാണ്, അത് പാടില്ല. അവർക്കും എന്തെങ്കിലും ഏൺ ചെയ്യണം, അതിനാണല്ലോ അവരവിടെ ഇരിക്കുന്നത്, അവർക്ക് എന്തും കിട്ടണ്ടേ. പിന്നെ അവരത് തന്നിട്ട് നമ്മളെ പ്രാകും, ഇയാൾ ഒരു ഗുണം പിടിക്കില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊരു സൈക്കോളജിയാണ് നെഗോസിയേഷന്. ഇതുപോലെ ആയിരിക്കും അത്, നമ്മളത് വാങ്ങിക്കാൻ യോഗ്യനാണ്, അതിന് വിലയുണ്ട്, ആ വില നമ്മൾ നിശ്ചയിക്കും, ആ വിലക്കനുസരിച്ച് മണി കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മണിക്ക് നമ്മളോട് ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊരു കഥ എൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിൽ യോഗ്യനാണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. ഒന്നാമത്തെ കാര്യമായല്ലോ. ഇനി അതിൽ രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഷയമാണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന സാധനം. എന്താണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം? എഴുതി വെച്ചോളൂ. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം. നമ്മുടെ ചില വിശ്വാസങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ആവാവൂ, ഇതിങ്ങനെ പാടുള്ളൂ, അവർക്ക് ഈ ഡ്രസ്സിന് ഇത്രയേ കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പാടുള്ളൂ, എൻ്റെ കയ്യിൽ പൈസ വരില്ല, എൻ്റെ കയ്യിൽ കാശ് നിൽക്കില്ല, എൻ്റെ പേഴ്സ് എപ്പോഴും ഒട്ടയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. കാശ് വരുന്നതേ അറിയുള്ളൂ, അപ്പോഴത്തന്നെ തിരിച്ചു പോകും, വന്ന പൈസ എല്ലാം അതേപോലെ എൻ്റെ ചെലവായി പോകും, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ശമ്പളം കിട്ടി സാറേ 10-ാം തീയതി ആകുമ്പോൾ എല്ലാം തോന്നും. ഇത് ആരുടെ മിസ്റ്റേക്കാ? പൈസയുടെ മിസ്റ്റേക്കാണ്, നമ്മുടെ മിസ്റ്റേക്കാണ്. എന്നിട്ട് പറയും, ഞാൻ പണ്ടേ അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. എന്ത് ചെയ്യും? ഇതൊരു ബിലീഫ് സിസ്റ്റമാണ്, വേറൊന്നുമല്ല. ഒരാൾക്കും പൈസ കയ്യിൽ നിൽക്കാതിരിക്കാൻ, പൈസക്ക് ഓടിപ്പോകാനുള്ള കൈയും കാലൊന്നുമില്ല. ദിനേശിന്റെ കയ്യിലെത്തും ഓടിച്ചാടുകയും ആശാന്റെ കയ്യിലെത്തും ഓടിച്ചാടാതിരിക്കുകയും ഇതിലെ പരിപാടിയൊന്നും പണിക്കില്ല, അത് അവിടെ നിൽക്കും. അതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അത് എവിടെ നിൽക്കുന്നു, എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നിൽക്കും. അത് അങ്ങനെയൊന്നുമില്ല. 10-ാം തീയതി കിട്ടുമ്പോൾ എല്ലാ ശമ്പളം കിട്ടിയ ഉടനെ തന്നെ കൂടി പോകുന്ന പരിപാടിയൊന്നുമില്ല. അതിന് നമുക്കൊരു കൃത്യമായ പ്ലാനിങ് വേണം, ഒരു കൃത്യമായ സിസ്റ്റം വേണം. അതിന് നമുക്ക് കൃത്യമായി ഇത് പണം ഉണ്ടാക്കാൻ എനിക്ക് യോഗ്യതയില്ല, എൻ്റെ കയ്യിൽ പണം വരില്ല, ഞാൻ കുറച്ച് മാത്രമേ എനിക്ക് ശമ്പളം കിട്ടുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. എനിക്ക് കുറച്ചേ ശമ്പളം കിട്ടുള്ളൂ, എന്തേ, എനിക്ക് അത്രയൊക്കെ എനിക്ക് കിട്ടാറുള്ളൂ, എത്ര പണിയെടുത്താലും എനിക്ക് അത്രയേ കിട്ടുള്ളൂ. ആര് പറഞ്ഞു? നിങ്ങൾ പണി നന്നായി ചെയ്ത് നന്നായിട്ട് തന്നെ വരും അല്ലെ. പണി നിങ്ങൾ കുറച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുന്നത്. നന്നായി പണിയെടുത്താൽ കിട്ടില്ലേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കണ്ടിരുന്നു. വീഡിയോ എന്ന് വെച്ചാൽ മറിമായത്തിലെ ഒരു സീനാണ്, ഭയങ്കര രസമുള്ള ഒരു സീനായിരുന്നു. മറിമായം നിങ്ങൾ ആരും കാണുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ യൂട്യൂബിൽ ഫേസ്ബുക്കിൽ കണ്ടതാ. ഉണ്ണി ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ഉണ്ണി ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഉണ്ണി പറയാണ്, ജോലിക്ക് കൊടുത്ത ഒരാളെ വിളിച്ചു പറയാണ്, നിങ്ങൾ ഇന്നലെ എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിരുന്നു, പണിക്ക് വന്നിരുന്നു, നിങ്ങൾ എത്ര ശമ്പളം കൊടുത്തത്? 800 രൂപ. അത് ഞാൻ ഇന്ന് അതിനു മുമ്പേ ദിവസം നിങ്ങളെ വീട്ടിൽ പണിക്ക് വന്നില്ല, അപ്പൊ നിങ്ങൾ എനിക്ക് എത്ര തന്നെ? 500 രൂപ. എന്താ എനിക്ക് കുറവ് വന്നേ? ആണല്ലേ, എന്താ കുറവ് വന്നേ? അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പുള്ളി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് 200 രൂപ തിരിച്ചു കൊടുത്തിട്ട് പറയാണ്, എനിക്ക് കിട്ടാത്ത പണി എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണ്ട, എനിക്ക് കിട്ടിയ പൈസ എത്രയാണോ അത്ര എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുക, അതിൽ കൊടുക്കുന്നത് ചിരിച്ച് തലകുത്തങ്ങൾ വെച്ചാൽ ആ മണിയുടെ ഒരു കോൺസെപ്റ്റ് ആൾക്കാർ എടുക്കുന്ന അവസ്ഥയാണ്. അതായത് എനിക്ക് ഇത്ര ശമ്പളം, അവർക്ക് അത്ര ശമ്പളം കിട്ടും, അവർ എപ്പോഴും എല്ലായിടത്തും നല്ല ശമ്പളമാണ്, എനിക്ക് ശമ്പളം കിട്ടാൻ ഒരു വഴിയില്ല, ഒന്നും തരില്ല ആൾക്കാർ. ഇത് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റമാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവന്റെ യോഗ്യത അവനവൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് കൂടുതൽ യോഗ്യത ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ കൂടുതലായിക്കണം. നമ്മൾ കൃത്യമായി ചെയ്താൽ കൃത്യമായി വരും, നമ്മൾ കൃത്യമായി ചെയ്യാതിരുന്നാൽ കൃത്യമായി വരില്ല. അപ്പൊ അത് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ വെക്കണം. ഇപ്പോഴും പറയാം, അങ്ങനെ 1-2 സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം, നമ്മൾ സ്ഥിരം പറയുന്ന കാര്യമാണ്. ഞാൻ സമ്പത്തിന് യോഗ്യനല്ല, അല്ലെങ്കിൽ പൈസക്കാരനാവാൻ എനിക്ക് യോഗ്യതയില്ല. എന്താ കാരണം? എൻ്റെ വീട്ടുകാരെല്ലാവരും ഇങ്ങനെയാണ്, അതുകൊണ്ട് എനിക്ക് യോഗ്യതയില്ല എന്ന് പറയും അല്ലെ. അതിനെ മാറ്റിയിട്ട്
ഞാൻ സമ്പത്തിന് യോഗ്യനാണ് എന്ന് പറഞ്ഞു നോക്കി. ഞാൻ സമ്പത്തിന് യോഗ്യനാണ്. ഇപ്പൊ തന്നെ അഫർമേഷൻ നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ സമ്പത്തിന് യോഗ്യനാണ്. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കും. മാറുന്ന കാണാം നിങ്ങളുടെ ലോകം. ഞാൻ സമ്പത്തിന് യോഗ്യനാണ്. പലരും പറയാറുണ്ടല്ലേ, ഞാൻ നല്ലവനേ അല്ല അല്ലേ, ഞാൻ പൈസയുടെ കാര്യത്തിൽ നല്ലവനല്ല. എന്താ, എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ പോകും, മുഴുവനായിട്ട് പോകും. അങ്ങനെ പറയുന്നത് ഞാൻ നല്ലവനല്ല എന്ന് പറയുന്നത് ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു, അത് എല്ലാവർക്കും ആവശ്യമല്ലേ. ഐ എം എ ഗുഡ് മാൻ അല്ലെങ്കിൽ ഐ എം എ ഗുഡ് പേഴ്സൺ എന്ന് പറഞ്ഞു നോക്കെ. ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കെ. ചാറ്റിൽ എന്തായാലും ഐ എം എ ഗുഡ് പേഴ്സൺ. ചാറ്റ് ഒന്നു ഐ എം എ ഗുഡ് പേഴ്സൺ. അത്ര പേര് ഇല്ല നല്ല പേഴ്സൺ, നല്ല ആൾക്കാരില്ല എന്ന് കണ്ടു നോക്കട്ടെ ഞാൻ. നല്ല ആൾക്കാർ മാത്രമേ പറയാവൂ, നല്ല ആൾക്കാരല്ലാത്തവർ പറയല്ലേ. നിങ്ങൾ വല്ലാത്തവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇടുത്തി വീഴും. കള്ളും പറഞ്ഞാൽ ഇടുത്തി വീഴും അല്ലേ, ഇങ്ങനെയൊക്കെ പറയാറില്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കുറെ ആൾക്കാർ അംഗീകരിക്കാൻ ഞാൻ നല്ല മനുഷ്യരെ അല്ലല്ലോ, ഞാനൊരു നല്ല മനുഷ്യരെ അല്ലാന്ന്. ഇങ്ങനെയുള്ള ലിമിറ്റ്, ഇത് ഞാൻ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തെ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം ഉണ്ട് അല്ലെ. ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും നല്ലവരായവർ മാത്രം ടൈപ്പ് ചെയ്യും അല്ലെ. പോരാ ഒന്നില്ല, എല്ലാവരും വരട്ടെ, എണ്ണട്ടെ ഞാൻ. നല്ലത് എഴുതാത്തവർ മാത്രം പിടിച്ചു വയ്ക്കുക. നിങ്ങൾ എന്താണ് നല്ലതിനല്ലാത്ത, നിങ്ങൾ എപ്പോഴും നന്നാവുന്നതെന്ന് ചോദിച്ചു നോക്കാം അല്ലെ. യെസ്, ചിലവരുണ്ട് ഇതൊന്നും ഇവിടെ പറയുന്നതൊന്നും നമ്മളെ ബാധിക്കുന്നതേ അല്ല, സാറ് ഇതൊക്കെ പറഞ്ഞോ എന്നാലോചിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം. ഇത് മാറ്റണം. അപ്പൊ ഇതെങ്ങനെയാണ് മാറ്റുക? ഇതിനാണ് നമ്മൾ പറയുന്നത്, നമ്മൾ അടുത്തതായി ചെയ്യേണ്ട കാര്യമാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ പണക്കാരനാണെന്ന് സ്വയം വിശ്വസിക്കണം. അതിന് വിഷ്വലൈസേഷൻ ചെയ്യണം. എന്താ നഷ്ടം വല്ലതും ഉണ്ടോ? നല്ലൊരു ജോലി കിട്ടി, നല്ലോണം കാശ് കിട്ടി, നല്ല ശമ്പളം കിട്ടുന്നത് വിഷ്വലൈസ് ചെയ്യാൻ എത്ര പേർ റെഡിയാണ് ഇവിടെ? ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും 10 മടങ്ങ് കൂടുതൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്ന വിഷ്വലൈസ് ചെയ്യാൻ എത്ര പേർ തയ്യാറാണ് ഇവിടെ? ഇപ്പോൾ യെസ് എന്ന് പറയുന്ന ഒരു എസ് ടൈപ്പ് ചെയ്തോളൂ, റെഡിയാണ്. എത്ര പേര് റെഡിയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്ന് കൂടുതൽ സമ്പത്ത് വരാൻ എല്ലാവരും റെഡിയാണ് അല്ലേ? യെസ് 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 യെസ്. അപ്പോൾ ഒരു വിഷ്വലൈസേഷൻ ചെയ്ത് കളയാം നമുക്ക്. ക്ലാസ്സിനിടയിൽ തന്നെ വിഷ്വലൈസേഷൻ ചെയ്ത് കളയാം. എല്ലാവരും ഒന്ന് ശരിക്കൊന്ന് ഇരുന്ന് നോക്കിയേ, സ്ട്രെയിറ്റ് ആയിട്ട് നടു നിവർത്തി ഒന്ന് ഇരുന്നേ. ഏതായാലും ഒന്ന് ഒരു വിഷ്വലൈസേഷൻ ചെയ്യാം. ഒന്ന് ബ്രീത്ത് നന്നായി, എല്ലാവരും ഇരുന്നല്ലോ അല്ലേ? ബ്രീത്ത് നന്നായി ഒന്ന് എടുത്ത് കണ്ണടച്ച് ബ്രീത്ത് നന്നായി ഒന്ന് എടുത്ത് പുറത്തോട്ട് കളയുക. കൂളാവട്ടെ, ശരീരവും മനസ്സും സ്വച്ഛമാവട്ടെ. നിങ്ങളുടെ മനസ്സും ശരീരവും കൂളാവുകയാണ്. ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് വിരിയുകയാണ്. നിങ്ങൾ എന്തോ നേടാനായിട്ട് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുകയാണ് കേട്ടോ. ഒരു പുഞ്ചിരിയോടുകൂടി, നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങൾ സോഫ്റ്റ് ആക്കി, ക്ലീൻ ആക്കി, കൂളാക്കി നിർത്തുകയാണ്. എന്തോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തോ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ആരോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അത് റിസീവ് ചെയ്യാനായിട്ട് നിങ്ങൾ പൂർണ്ണമായി സജ്ജമാവുകയാണ്. മനസ്സും ശരീരവും പൂർണ്ണമായി സജ്ജമാവുകയാണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഒരുപാട് പണവുമായി, എൻ്റെ ഈ മാസത്തെ 10 ഇരട്ടിയായി ഇരട്ടിച്ച ശമ്പളവുമായി ഒരാൾ എൻ്റെ കൺമുമ്പിലേക്ക് നടന്നു വരികയാണ്. എൻ്റെ നിലവിലുള്ള ശമ്പളത്തിന്റെ 10 മടങ്ങ് ശമ്പളവുമായി ഒരാൾ എൻ്റെ മുന്നിലേക്ക് നടന്നു വരികയാണ്. ആളുടെ കയ്യിൽ ഒരുപാട് നോട്ടുകെട്ടുകൾ നമുക്ക് കാണാം. ദൂരെ നിന്ന് അയാൾ നടന്നു വരുമ്പോഴും ഒരു കവറിൽ പൊതിഞ്ഞ് കയ്യിൽ ഇങ്ങനെ നോട്ടുകെട്ട് ഇങ്ങനെ കെട്ടി വെച്ച് വരികയാണ് നമുക്ക് ഏൽപ്പിക്കാനായിട്ട്. നിങ്ങൾ നിങ്ങളുടെ പേര് വിളിച്ച് പറയുക, ഞാനിത് റിസീവ് ചെയ്യാൻ തയ്യാറാണ്. ദിനേശ്, ആ കാശ് മുഴുവൻ റിസീവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആ കാശ് ഒരു വലിയ കെട്ട് പണം, എൻ്റെ ശമ്പളം, ഈ മാസത്തെ ശമ്പളം, ഇത്രയും മടങ്ങ് കൂടിയ എൻ്റെ ശമ്പളം, ഞാൻ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്ത് എനിക്ക് നേടിയ എൻ്റെ പ്രതിഫലം ഒരാൾ ഒരു കെട്ടുമായി വരുന്നത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.
ദിനേശ്, ഞാൻ തയ്യാറാണ്. എൻ്റെ മുന്നിലേക്ക് പണത്തിൻ്റെ കെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നീട്ടിവെച്ച കയ്യിലേക്ക് ആ പണം കയ്യിലേക്ക് ഇങ്ങനെ തരാൻ അയാൾ തയ്യാറാവുന്നു. ആഹാ, പുതിയ നോട്ടുകൾ, 500-ൻ്റെ പുതിയ നോട്ട് കെട്ടുകൾ എൻ്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. അത് സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. കാരണം ഞാൻ അതിന് അർഹനാണ്, ഞാൻ അതിന് യോഗ്യനാണ്. എൻ്റെ യോഗ്യത പൂർണ്ണമായും എനിക്കറിയുന്നത് കൊണ്ട് തന്നെ, അതിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഈ വാങ്ങിക്കുന്ന പണം എന്നെ സംബന്ധിച്ചൊരു മാജിക്കേ അല്ല. അത് ലഭിക്കാൻ ഞാൻ പൂർണ്ണ യോഗ്യനാണെന്നുള്ള പൂർണ്ണ ബോധം എനിക്കുണ്ട്. കാരണം ഞാനത് പൂർണ്ണമായും എൻ്റെ ആത്മാർത്ഥമായ എൻ്റെ നല്ല വർക്കിനോട് കിട്ടുന്ന പ്രതിഫലമാണ്. അതെനിക്ക് പൂർണ്ണമായ യോഗ്യതയോട് കയ്യിൽ വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണ്. ആ പണം എന്നിലെ കയ്യിലേക്ക് വന്നു വരുന്നു. ഞാനത് സ്വീകരിക്കുന്നു. എൻ്റെ കൈ നിറയെ കിട്ടിയിരിക്കുന്ന പണത്തെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. മനസ്സിൽ പൂർണ്ണമായും യോജിപ്പിച്ചുകൊണ്ട്, മനസ്സിൽ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട്, ആഹാ, ഇത്രയും വർത്ത്ഫുള്ളാണ് ഞാൻ, ഇത്രയും പണം കിട്ടാൻ ഞാൻ യോഗ്യനാണ്, ആ യോഗ്യതക്കുള്ള പ്രതിഫലം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഐ ലവ് യു മണി, ഐ ലവ് യു മണി, ഐ ലവ് യു മണി. സമ്പത്തിനെ ഞാൻ പൂർണ്ണമായും സ്നേഹിക്കുന്നു. കാരണം ഞാനും ഈ സമ്പത്തും തുല്യമായി മുന്നോട്ട് പോകുന്നതാണ്. എനിക്ക് പൂർണ്ണമായ സന്തോഷം നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പൂർണ്ണമായും മൈൻഡ്ഫുൾനെസ്സിലാണ് നിൽക്കുന്നത്. ഇന്നുള്ള അവസ്ഥയിൽ, ഈ പണം എൻ്റെ കയ്യിലുള്ള അവസ്ഥയിൽ ഞാൻ ഒന്നുകൂടി കയ്യിൽ നിൽക്കുന്ന ആ പണത്തെ എൻ്റെ കൺകുളിർക്കെ കാണുകയാണ്. കാരണം ഇതെൻ്റേതാണ്. എൻ്റെ ഒരു കുട്ടിയെ പോലെ ഞാനതിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നിലേക്ക് വന്നിരിക്കുന്നു. ലവ് യു മണി, ലവ് യു മണി, ലവ് യു മണി. കണ്ണുകൾ പതുക്കെ തുറക്കുക. നിങ്ങളുടെ കൈവെള്ളയിൽ നിറയെ നോട്ടുകെട്ടുകളുണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തിൽ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾക്ക് പൂർണ്ണമായി പുതിയ നോട്ടുകെട്ടുകളെ കാണാൻ പറ്റുന്നു. കണ്ണുകൾ പതുക്കെ തുറക്കുക. യാഥാർത്ഥ്യത്തോടെ നിങ്ങളുടെ കയ്യിൽ നോട്ടുകെട്ടുകൾ ഉണ്ട്. 2 കൈകളിലേക്കും നോക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ടുകെട്ടുകൾ അവിടെ കാണാൻ സാധിക്കുന്നു. താങ്ക് യു മണി. കണ്ണ് തുറന്നിട്ടും ആ കയ്യിലിരിക്കുന്ന, നിങ്ങൾ സങ്കല്പിച്ച, നിങ്ങൾ ഇപ്പോൾ സ്വപ്നത്തിൽ കണ്ട ആ മണി നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ആ മണിയോട് പറയുക, കണ്ണു തുറന്ന് പറയുക, താങ്ക് യു മണി, താങ്ക് യു, യു ആർ വിത്ത് മീ, യു ആർ വിത്ത് മീ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അതൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരിക. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും മണിയുണ്ടോ? കയ്യിൽ പണമുണ്ടോ? ടൈപ്പ് ചെയ്തേ, യെസ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തേ. ഉള്ളവരെല്ലാം, ആരുടെ കയ്യിലൊക്കെ മണിയുണ്ട്? ഉള്ളവർ ടൈപ്പ് ചെയ്യും. ഇല്ലാത്തവർ പറയൂ കിട്ടിയില്ല. ഉണ്ടല്ലോ അല്ലേ? എല്ലാവരുടെ കയ്യിലും മണിയുണ്ട്. എങ്ങനെയുണ്ട് ഫീലിങ്സ്? നല്ല ഫീലിങ്സ് അല്ലേ? വിഷ്വലൈസേഷൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് വിഷ്വലൈസേഷൻ. ഇവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടോ? നമുക്ക് ലഭിച്ചതേ ഉള്ളൂ. എന്താണ്? നല്ല പുഞ്ചിരി, നല്ല സന്തോഷം, നല്ല സമാധാനം അല്ലേ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ മണിയില്ലേ? എല്ലാവരുടെ കയ്യിലും മണിയുണ്ട്. ഇങ്ങനെ കൈ നമ്മൾ തൊട്ട് നോക്കാം, ഏയ് എന്റെ കയ്യിൽ മണിയുണ്ടല്ലോ. ഇതൊന്ന് രാവിലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. എല്ലാ ദിവസവും വെറുതെ പ്രാക്ടീസ് ചെയ്തു. വിഷ്വലൈസേഷൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യാഥാർത്ഥ്യ ബോധത്തോട് പ്രാക്ടീസ് ചെയ്ത് എന്ത് സന്തോഷമായിരിക്കും പിന്നത്തെ ആ ദിവസം. കാരണം മണി നമ്മുടെ കയ്യിലുണ്ട്. അബൻഡൻസ് ഓഫ് മണി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ പോക്കറ്റിൽ നോട്ട് കെട്ടുകൾ എടുത്തു വെച്ചിട്ട്, അല്ലേ? നോട്ട് കെട്ടുകൾ എടുത്തു വെച്ച് പറയുന്നതാണോ മണി എന്ന് പറയുന്നത്? ഒരു നോട്ട് കെട്ടുണ്ടല്ലോ, ഒരു കെട്ട് ഓഫ് നോട്ട് കാണിക്കട്ടെ. ഇങ്ങനെ വേണോ നമ്മുടെ കയ്യിൽ മണി? വേണ്ട, നമുക്ക് ഫീൽ ചെയ്താൽ മതി അല്ലേ? നമ്മുടെ വീട്ടിൽ വെക്കണ്ട. കള്ളന്മാർ വന്നിട്ട് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. അതുകൊണ്ട് വീട്ടിൽ വെക്കണമെന്നില്ല, നമുക്ക് ബാങ്കിൽ വെക്കാം. പക്ഷെ മണി നമ്മളിലുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും മണിയില്ലാന്ന് തോന്നുന്നവരുണ്ടോ? ഇതാണ് വിഷ്വലൈസേഷന്റെ പവർ. എല്ലാവർക്കും ഇത് അനുഭവിക്കണം. എല്ലാവരും ഇത് ചെയ്യണം. ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്താൽ മാത്രമേ സന്തോഷം നിറഞ്ഞ സമ്പന്നമായ ദിവസവും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും സന്തോഷം. ഞാൻ അവിടെ വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണ്. സന്തോഷം നിറഞ്ഞ സമ്പന്നത. വെറുതെയുള്ള സമ്പന്നത പാടില്ല. സന്തോഷം നിറഞ്ഞ സമ്പന്നത മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് എന്ത് കിട്ടുമ്പോഴും നമുക്കതിൽ സന്തോഷമുണ്ടാവണം. അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് സന്തോഷം നിറഞ്ഞ സമ്പന്നമായ ജീവിതം ദിവസവും ശ്രദ്ധയിൽ വെക്കുക.
നിങ്ങളുടെ ധനലക്ഷ്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഇത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് ക്ലാസ്സിൽ വിശദമായി നമ്മുടെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വരാൻ പോകുന്ന എന്താ പറയാ, ഇത് എങ്ങനെയാണ് പറയുന്നത്, അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് മണി മാനിഫെസ്റ്റേഷൻ വരാൻ പോകുന്നത്. അതിൽ ഇത്രയും ഓരോ ദിവസം ചിലപ്പോൾ ഇത്രയും പഠിപ്പിക്കുള്ളൂ. കുറച്ച് ഈ വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യുന്നത്, അതിലൂടെ തന്നെ നിങ്ങളിലേക്ക് ആ സാധനം വരുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ ഫീലിങ്സ് മാറുന്നത് കാണാൻ പറ്റും. ആക്ച്വലി നമുക്കാർക്കും മണി വരാത്തതാണ്, നമ്മൾ മണി ഇല്ലാത്തതാണോ നമ്മുടെ വിഷയം? നമ്മളിൽ മണി വരാത്തതോ മണി കിട്ടാത്തതോ അല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വിഷയം. നമ്മളതിനെ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്, നമ്മളതിന് ഫീൽ ചെയ്യുന്നുള്ളതാണ് ഇല്ല എന്നാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. ആരെയിലാണ് ഇപ്പൊ ലക്ഷങ്ങൾ പൈസ വരാത്തവര്? ആരുമില്ല. എല്ലാവരും ലക്ഷങ്ങൾ പൈസ വരുന്നുണ്ട്. പക്ഷെ അത് വന്നു, നമ്മൾ അയ്യോ ഇത് കൊടുക്കണമല്ലോ എന്നും പറഞ്ഞ് അവിടെ കൊടുത്തു. ലോൺ അടക്കാൻ വേണ്ടി ലോൺ എടുത്തു. ലോൺ എടുക്കും ഭയങ്കര സുഖമാണ്. ലോൺ കിട്ടി, സന്തോഷമായി, ലോൺ എടുത്തു. പക്ഷെ 2 വർഷം കഴിഞ്ഞ് ലോൺ തിരിച്ചടക്കാൻ പറയുമ്പോ അയ്യോ ലോൺ തിരിച്ചടക്കണമല്ലോ. ഇനിയിപ്പോ ഇടയിൽ ലോൺ എന്ന് പറഞ്ഞ ഒരു ബാധ്യതയാണ്. തിരിച്ചടക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് സൗഭാഗ്യമാണ്. ആ ബാധ്യത ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. പക്ഷെ ലോൺ തിരിച്ചടക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? അത് ഈ സൗഭാഗ്യത്തെ നമ്മൾ എന്താ പറയാ, നമ്മൾ ദൗർഭാഗ്യത്തെ സൗഭാഗ്യം പോലെ കാണരുത്. ദൗർഭാഗ്യം തന്നെയാണ്. ലോൺ എടുക്കൽ ഒരിക്കലും ഒരു ഭാഗ്യമല്ല. എന്തുകൊണ്ടാണെന്നറിയോ? ലോൺ നമ്മളെ അലട്ടും. ഞാൻ ലോൺ എടുക്കണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അടുത്തോട്ടോ. ലോൺ എടുത്ത് എന്ത് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു. പറഞ്ഞു വന്നത്, അതിന് അടക്കാൻ നമ്മൾ കിട്ടുമ്പോഴേക്കാളും സന്തോഷമായിരിക്കും നമുക്ക് അടക്കാൻ കിട്ടുന്ന സമയത്ത്. നമുക്ക് ലോൺ ലഭിക്കുന്നതിനേക്കാളും സന്തോഷത്തിൽ നമ്മൾ അടക്കണം തിരിച്ച്. കാരണം എന്താ അറിയോ? എങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും എടുക്കാൻ തോന്നുള്ളൂ. കാരണം കോൺഫിഡൻസ് കൂടും. എനിക്കത് അടക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് അടച്ചോളും. ലോൺ എടുത്തപ്പോൾ നമ്മൾ അധികം എന്താ ചെയ്യുക? ലോൺ എടുത്ത് ചെലവാക്കി കളയും. ലോൺ എടുത്ത് ചെലവാക്കാനുള്ളതല്ല ലോൺ നമുക്ക് തരുന്നത് എന്തിനാണ്? അതിന് പൊരിപ്പിക്കാനാണ്. ഓക്കെ, അത് മറ്റൊരു വിഷയം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ സമയം കുറയാ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് നമുക്ക് സന്തോഷത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഓരോ മണിയും ചെലവാക്കുന്നതും. ഓരോ മണിയും നമുക്ക് ലഭിക്കുമ്പോൾ സന്തോഷമുണ്ട് അല്ലേ? നമുക്ക് പണം ലഭിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. മാസം അവസാനം 30-ാം തീയതി നമുക്ക് ശമ്പളം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അതിൽ നിന്ന് ഓരോ പൈസ ഇവിടെ കൊടുക്കുമ്പോഴും നമുക്ക് എന്താ സംഭവിക്കുക? അയ്യോ ഇത് കൊടുത്തല്ലോ, കൂടുതലായല്ലോ, കുറവായല്ലോ. നല്ലൊരു ഭക്ഷണം കഴിച്ചു പോയിട്ട് ബിരിയാണി കഴിച്ചു, പൈസ കൊടുക്കാൻ ബില്ല് വരുമ്പോൾ 350 രൂപ ബില്ല് വരുമ്പോൾ 350 രൂപയോ, ഇത്രയൊക്കെ ബില്ലുമാണ്, ഭയങ്കര കൂടുതലാണ്. അവൻ തന്ന സാധനം കയറ്റി വയറിന് സംതൃപ്തിയെ കടഞ്ഞു. പക്ഷെ അവൻ അധ്വാനിച്ച പൈസ കൊടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് കഷ്ടത. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് അങ്ങനെ ഫീലിങ്സ് അത് കൊടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് തരുന്നവനും ആ ഫീലിങ്സ് ഉണ്ടാവില്ലേ? സ്വാഭാവികല്ലേ? നമുക്കൊരാൾക്ക് കൊടുക്കാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് തരാനും ഒരാൾക്ക് മടി ഉണ്ടാവില്ലേ? സ്വാഭാവികമായി പ്രകൃതി നിയമമല്ലേ അത്? അപ്പൊ നമുക്ക് കിട്ടുമ്പോൾ സന്തോഷമായി, നമുക്ക് കൊടുക്കുമ്പോൾ സന്തോഷമില്ല. അതെങ്ങനെ ശരിയാവും? അപ്പൊ അതൊരു തെറ്റായ രീതിയാണ്. മണിക്കത് ഇഷ്ടമാകുമോ? അപ്പോൾ മണി നമ്മൾ മൈൻഡ്ഫുൾനെസ്സോട് കൈകാര്യം ചെയ്യണം. നല്ല സ്വസ്ഥതയോടുകൂടി നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം കൊടുക്കാനും നമുക്ക് ലഭിക്കാനും നമുക്ക് പറ്റണം. അതെങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഞാൻ ആ ക്ലാസ് കൃത്യമായി ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ലഭിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഫീലിങ്സ് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. ഓരോ കൊടുക്കലും ഞാൻ നേരത്തെ പറഞ്ഞ കഥയല്ലേ, ഞാൻ ആ കൊടുക്കലിന് 100 രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? അവൻ വിചാരിച്ചത് ഞാൻ കൊടുത്തല്ലോ, നഷ്ടമില്ല. എത്രയാണ് എനിക്ക് 2000-ൽ നിന്നും 300-ലേക്ക് എത്തിയപ്പോൾ ഞാൻ അവിടെ സേവ് ചെയ്തത് 1700 രൂപയാണ് സേവ് ചെയ്തത്. അപ്പൊ എന്റെ സന്തോഷം എത്ര വലുതായിരിക്കും? കിട്ടുന്നവൻ വിചാരിച്ചത് 100 രൂപയുടെ സാധനം ദേ ഇവന് ഞാൻ 300 രൂപയ്ക്ക് വിറ്റല്ലോ, അവന് സന്തോഷം, എനിക്ക് സന്തോഷം. ഇതല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്. ഇങ്ങനെ മാത്രമേ പാടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. കേരളത്തിലെ അവസ്ഥ ഇതൊന്നും അല്ല കേട്ടോ. കേരളത്തിൽ വളരെ റൂഡാണ് മണിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക്. റൂഡാണ് ആൾക്കാർ. അവൻ കടക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നോ നെഗോസിയേഷൻ.
ഈ സാധനം കയ്യിലുണ്ട്, ബില്ലടിച്ചു, പോയി. എത്രാന്ന് പോലും അറിയില്ല ആൾക്കാർക്ക്. ഇതിന്റെ വില എത്രാന്ന് പോലും അറിയില്ല. അവൻ പറയുന്ന പൈസയാണ്. അതനുസരിച്ച് MRP എന്ന് പറയുന്നത് ഫുൾ ഫോം അറിയാം എല്ലാവർക്കും. MRPയിലാണ് കേരളത്തിൽ മാത്രമേ MRPയിൽ മുഴുവൻ കച്ചവടം നടക്കുന്നുള്ളൂ. വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ല. കേരളത്തിൽ MRPയിൽ മാത്രമേ വിലയുള്ളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ, സാറേ ചേട്ടാ ഇത് MRP അല്ലേ, ഇതിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഗൾഫുകാരനായ കണ്ടപ്പിട്ട് ഡിസ്കൗണ്ട് പാടില്ല, തീരെ തരില്ല. എന്നാലും ചോദിച്ചു നോക്കി. അപ്പൊ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? മിനിമം റീറ്റെയിൽ പ്രൈസിനാണ് ഞാൻ നിങ്ങൾക്ക് സാധനം തരുന്നത്, ഇതിനേക്കാളും കുറച്ചിട്ട് എങ്ങനെ തരാൻ പറ്റും? അപ്പോൾ ഞാൻ തമ്മിച്ചു, ശരി MRP എന്ന് പറയുന്നത് മിനിമം റീറ്റെയിൽ പ്രൈസ് അല്ലേ അല്ലേ? എല്ലാവർക്കും അറിയാലോ അല്ലേ? MRP എന്ന് പറഞ്ഞാൽ മിനിമം റീറ്റെയിൽ പ്രൈസ് അല്ലേ? യെസ് ഓർ നോ? യെസ് പറയുന്നവർ പറഞ്ഞ് MRP എന്നാൽ മിനിമം റീറ്റെയിൽ പ്രൈസ് ആണ്, അതുകൊണ്ട് അത് കൊടുക്കണം. അവർ റൈറ്റ് അല്ലേ? ആണോ അല്ലേ? MRP ആരും അറിയില്ലല്ലേ? യെസ് ഓർ നോ പറയും. MRP എന്നാൽ മിനിമം റീറ്റെയിൽ പ്രൈസ് ആണോ? പിന്നെ ഞാൻ അയാളോട് സംസാരിക്കാൻ പോയിട്ടില്ല അല്ലേ? ഒന്നിനും അർത്ഥമില്ലല്ലേ? MRP എനിക്ക് ഏറ്റവും മിനിമം റീറ്റെയിൽ പ്രൈസ് തന്ന ഒരാൾക്ക് പിന്നെ ഞാൻ നെഗോഷിയേറ്റ് ചെയ്ത് ഞാൻ വലിയ തെറ്റുകാരനല്ലേ? ഗവൺമെന്റ് നിശ്ചയിച്ച മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ് MRP എന്നാൽ. ഇത് എത്ര പേർക്ക് കേരളത്തിൽ ഇപ്പൊ അറിയോ? ആർക്കും അറിയില്ല. അതിൽ എഴുതി വെച്ച പൈസ കൊടുത്തിട്ട് വരുന്ന അവസ്ഥയാണ്. ചപ്പാത്തി പാക്കറ്റ് മേടിക്കാൻ പോകുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും 55 രൂപ, 55 കൊടുത്തു വന്നു. മാക്സിമം റീറ്റെയിൽ പ്രൈസ് 55. അത് 40-45 കൊടുക്കാൻ പറ്റും. ആരും വിൽക്കണില്ല. പക്ഷെ നിങ്ങൾ നേരത്തെ നോക്കൂ, തൊട്ടടുത്ത സ്റ്റേറ്റിൽ പോയി നോക്കൂ, അവിടെയൊക്കെ അതുണ്ട്. കേരളത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സാമ്പത്തികം കൂടുതലൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ, അത് വേറെ ചർച്ചാ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അതിന് ഒരു മൂല്യം കൊടുക്കണം എപ്പോഴും, എല്ലാ സമയത്തും. ബിലീവ് ദാറ്റ്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം ഇന്ന് വേണോ? സമയമല്ലേ? 2 മണിക്കൂർ ബാക്കി, നാളെ പറഞ്ഞ പോരെ? എല്ലാവർക്കും ഉറങ്ങണ്ടേ? ഒറ്റ പോയിന്റിൽ കുറഞ്ഞ പോയിന്റുകൾ എഴുതി വെച്ചല്ലോ അല്ലേ? നിങ്ങൾ സന്തോഷത്തിൽ ബിലീവ് യു ആർ വർത്തി ഓഫ് ഹാപ്പിനെസ്. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയുള്ള പണക്കാരനാവും എന്നുള്ള ഇതുണ്ടാവണം. മറ്റേ നമുക്ക് നാളെ പറയാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ഇത്രയും സമയം മതി. നിങ്ങളേക്കും ബാക്കി ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കണേ? എല്ലാവരുടെ കയ്യിലും പൈസ ഇല്ലേ? കുറച്ച് പൈസ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് അയക്കോ, കയ്യിലിരിക്കുന്ന പൈസ എല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര സമയം കൊണ്ട് പൈസ റെഡി ആക്കി കിട്ടിയില്ലേ? നിങ്ങൾക്ക് അയക്കാമല്ലോ. ആവശ്യത്തിനനുസരിച്ച് മാത്രമേ ചെലവാക്കാവൂ. അല്ലാതെ വേണ്ടടുത്ത് പോയി കൊടുക്കുന്ന എൻ്റെ പൈസ ഉണ്ട് അതുകൊണ്ട് കൊടുക്കല്ല. ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള പൈസ മാത്രം ചെലവാക്കുക. അതാണ് മണിയുടെ റൂൾ. അങ്ങനെയാണ്. സ്പെൻഡ് വേർ ഇസ് റിക്വേർഡ്. മണിക്ക് അതിന്റെ വിലയുണ്ട്. നിങ്ങൾക്ക് ഒരാളെടുത്ത്, നിങ്ങൾ ഒരാൾ ക്ഷണിക്കാത്ത ഒരു കല്യാണത്തിന് പോവോ? എത്ര പേര് പോകും ക്ഷണിക്കാത്തൊരു കല്യാണത്തിന്? ഇപ്പൊ ആരും പോവില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, സ്വയം മൂല്യം ഉണ്ടാക്കുക. സ്വയം മൂല്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല. നമ്മളതിന് മൂല്യം ഉണ്ടാവണം. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇങ്ങനെ, എൻ്റെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഇങ്ങനെയാണെന്ന് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ഫൈനാൻഷ്യൽ ആരാ തീരുമാനിക്കുന്ന അറിയോ? നമ്മുടെ ചെലവും വരവൊക്കെ, നമ്മുടെ ചെലവൊക്കെ ആരാ തീരുമാനിക്കുന്ന അറിയോ? ആരാണ്? അടുത്ത കടക്കാരനാ. അവിടെ വെക്കുന്ന സാധനം അനുസരിച്ച് ആണ് നമ്മൾ ചെലവാക്കുക. അവൻ 50 രൂപയുടെ അരി വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 50 രൂപയുടെ അരി മേടിക്കും. അവൻ 30 രൂപയുടെ അരി മേടിച്ചാൽ നമ്മൾ 30 രൂപയുടെ അരി മേടിക്കും. നമുക്ക് പ്രത്യേകിച്ച് 30 രൂപയുടെ അരി വേണോ 40 രൂപയുടെ അരി വേണമെന്ന് തീരുമാനമൊന്നുമില്ല. എന്താ കണ്ടത് അതാണ്. ഇന്ന് വെണ്ടയ്ക്കൊക്കെ 40 രൂപയാണെങ്കിൽ അവൻ തീരുമാനിച്ചു നമ്മൾ 40 രൂപ കൊടുക്കും. അതിനകത്ത് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല. ഇതൊന്നും അതർ സ്റ്റേറ്റ്സിൽ ഇങ്ങനെ അല്ല കേട്ടോ. വീണ്ടും പറയുന്നു, കേരള സ്റ്റേറ്റ് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. കർണാടകയിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ പോയി താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് പറയാണ്, തക്കാളിയുടെ വില 20 പറഞ്ഞാൽ അവനോട് പറയും 20 കൂടുതലാണ്, അടുത്ത കടയിൽ എനിക്ക് 15 കിട്ടുമോ നോക്കട്ടെ എന്ന്. നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല ഇവിടെ. 20 പറഞ്ഞാൽ 20 അങ്ങ് കൊടുക്കും, വരും. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ അടുത്ത കടയിൽ പോയി വാങ്ങിച്ചു. അതെ, അതാണ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചൊരു കാര്യം പറയാം. ഞാൻ 2 വർഷം മുമ്പ് നാട്ടിൽ വന്നപ്പോൾ ഒന്ന് പെയിന്റ് അടിക്കാനായിട്ട് ഒരു കടയിൽ പോയി ബില്ലുണ്ടാക്കി. പെയിന്റ് അടിക്കുന്നവൻ എന്നെ കൂട്ടിക്കൊണ്ടു. അത്രയും പെയിന്റിന് ഡ്രം അടിച്ചാക്കിയപ്പോൾ ഒരു ബില്ല് എനിക്ക് തന്നു 56,800 രൂപ. അല്ല, 56,830 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞു, റൗണ്ട് ഫിഗർ ആയിട്ട് 55,000 മതിയോ എന്ന് ചോദിച്ചു. സാറേ, ഒരു രൂപ ഓർക്കാൻ പറ്റില്ല കേട്ടോ. 56,830 രൂപ മുഴുവൻ അയക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, അതൊരു കുറച്ചൊന്നും ഡിസ്കൗണ്ട് ആയി.
ഒരു 10 അങ്ങനെ പറഞ്ഞു കണ്ണ് നോക്കി പറഞ്ഞു ഒരു 10 രൂപ ഓർക്കാൻ പറ്റില്ല കേട്ടോ, ലാസ്റ്റ് വരെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, എൻ്റെ ബാങ്കിൽ പോയി പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് പോയി. എനിക്ക് അവിടുന്ന് അരമണിക്കൂർ 3/4 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ മംഗലാപുരത്ത് എത്താം, തൊട്ടടുത്ത സ്റ്റേറ്റ്. ഞാൻ ഇതേ ലിസ്റ്റ് എടുത്ത് അവിടെ പോയി ഇതേ സാധനം അവരോട് പറഞ്ഞു, സെയിം സാധനം, സെയിം പെയിന്റ്, എല്ലാ കാര്യം. എനിക്ക് വണ്ടിയിൽ വെക്കാവുന്ന 4 ഡ്രമ്മേ ഉള്ളൂ, വണ്ടിയിൽ വെക്കാവുന്നേ ഉള്ളൂ. എനിക്ക് അവിടുന്ന് കിട്ടിയ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അവൻ ഇതേ വില തന്നു, ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു 24,800 വന്നാൽ മതി. 24,800 രൂപ. ഞാൻ പറഞ്ഞു കറക്റ്റാണ് നീ കൂട്ടിയത്, ഒന്നുകൂടി ചോദിച്ചു. കറക്റ്റാണ് സാർ, കറക്റ്റാണ്, അത്ര ഡിസ്കൗണ്ട് 50% 40% ഡിസ്കൗണ്ട് ഉണ്ട് ബില്ലിൽ, സാറ് തന്നാൽ മതി. എന്താ വ്യത്യാസം? എത്ര രൂപ? 30,000 രൂപയുള്ള എൻ്റെ ഡിഫറൻസ് കേരളത്തിൽ കർണാടകയിൽ. ചിലപ്പോ അവൻ എനിക്ക് 55 തന്നിരുന്നെങ്കിൽ ഞാൻ മേടിച്ചേനെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കേരളത്തിലെ പ്രൈസ്. പലപ്പോഴും ഞങ്ങൾ പ്രത്യേകിച്ച് ബോർഡർ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും കമ്പാരിസൺ അത്രയും ഡിഫറൻസ് ആണ്. പക്ഷെ അത് മറ്റ് വലിയ ഇതിൽ പോയാൽ കിട്ടില്ല കേട്ടോ, സാധാരണ കടക്കാരിലേക്ക് പോകണം, അപ്പോഴാണ് ഡിഫറൻസ് അറിയാം. അത്രയും ഡിഫറൻസ് ആണ് കേരളത്തിൽ ഓരോ സാധനത്തിൽ. അത് പറയുന്നത് കണ്ണി കുത്തുന്ന പോലെ, വേണേ മേടിച്ചിട്ട് പോയാൽ മതി എന്നാ ഇപ്പൊ പ്രസിദ്ധ പറഞ്ഞാൽ, വേണേ മേടിച്ചാൽ പോയാൽ മതി, ഇത്രേ ഉള്ളൂ, വലിയ വർത്താനില്ല. ഓക്കെ, അത് അവരവരുടെ ബിസിനസിന്റെ പാർട്ടാണ്, ഞാൻ അതിലേക്കല്ല വരുന്നത്. നമ്മൾ വാല്യൂ ആണ് മണി. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഇത്രയാണ്, മണി വി ഷുഡ് ഹാവ് എ വാല്യൂ ഫോർ ഇറ്റ്. ആ വാല്യൂ ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. വാല്യൂ ഇല്ലാതെ അത് അപ്പോഴാണ് അതിന് റെസ്പെക്ട് ഉണ്ടാവുക. എന്താണെന്നല്ലേ, വേറൊരു കാര്യമുണ്ട്, അങ്ങനെ മേടിച്ച പൈസ അവന് ഉപയോഗിക്കാൻ പറ്റില്ലേ, അവൻ്റെ നിൽക്കില്ലത്, അത് അവൻ്റെ വേറെ സ്ഥലത്ത് പോയിക്കോളും, അവൻ അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്ത് കളയും, അത്രേ ഉള്ളൂ. കൃത്യമായ വാല്യൂ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അവൻ്റെ സമ്പത്തിന് യോഗ്യനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വാല്യൂ, മൂല്യം ഉണ്ടാവണം. ആ മൂല്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് തിരിച്ചറിയുക. അതാണ് ഇന്ന് പറഞ്ഞ പോയിന്റ്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിനും സമ്പത്തിന്റെയും യോഗ്യത നമുക്കുണ്ടെന്ന് വിശ്വസിക്കുക. ഞാൻ യോഗ്യനാണ് എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞ പ്രധാന പോയിന്റ്. ഓക്കെ, ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഡൗട്ട് ചോദിക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം സാർ. സാറേ, ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് ആവശ്യത്തിന് പൈസകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ആ അവസാന നിമിഷത്തിൽ എന്നെ ഒന്ന് പിടിച്ചു കുലുക്കും. അതിന്റെ ബിലീവ് സിസ്റ്റം ആണോ? അല്ല, ദാറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് മണി. അങ്ങനെ മണി വരാവൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ സാറേ, നമ്മളത് വെറും ഓപ്പണായി നിന്ന് കളയും. ആ ഒരു ടൈറ്റ് നമുക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ നമ്മളിത് വളരെ ഫ്ലോ ആയിട്ട് വിട്ടുകളയും. അതെന്താന്ന് സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് മാറിക്കളയും, നമുക്ക് എന്തും ചെയ്യാൻ തോന്നും. പിന്നെ അങ്ങനെ പാടില്ല. എപ്പോഴും ഈ പ്രപഞ്ചത്തിന് സിസ്റ്റം ഉണ്ട്, ഈ യൂണിവേഴ്സിൽ ചലിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടേ ചലിക്കാൻ പാടില്ല. എല്ലാം അനായാസേന ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും വെയിറ്റ് ഉണ്ടോ, നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ. എല്ലാത്തിനും അതിന്, അതാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മൂല്യമുണ്ട് അല്ലേ. ആ മൂല്യം എങ്ങനെയാ മനസ്സിലാക്കുക? അതിന് ഒരു വസ്തുവിന്റെ മൂല്യം നമുക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കമ്പോളത്തില്, മാർക്കറ്റില് ഒരു വസ്തുവിന് മൂല്യം കൂടുന്ന എപ്പോഴാണ്? ഡിമാൻഡ് കൂടുമ്പോൾ മാത്രമാണ്. അതിന്റെ അവൈലബിലിറ്റി, ഡിമാൻഡ് കൂട്ടുന്നത് എങ്ങനെയാണ്? അവൈലബിലിറ്റി കുറച്ചിട്ടാണ്. അവൈലബിലിറ്റി കൂട്ടിയാൽ ഡിമാൻഡ് കൂടില്ല, ഒരിക്കലും സാധ്യമാവില്ല. അപ്പൊ അതിന്റെ ലിമിറ്റ്, ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ നിന്നേ പോകാവൂ. വിചാരിച്ച പോലെ എല്ലാം പണം നമ്മളിലേക്ക് വന്നാൽ പിന്നെ പണത്തിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കുമോ? വാല്യൂ ഉണ്ടാവും. ആ ഒരു പോയിന്റിൽ വരുമ്പോൾ നമുക്കറിയണം, ഇവിടെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ ഇന്ന പോയിന്റിൽ എത്തുമ്പോൾ. അത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആട്ടോ. അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്കത് തിരിച്ചറിയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ആ പ്ലസ് പോയിന്റിൽ നമ്മൾ നിൽക്കണം. കാരണം എല്ലാ സാധനവും ഇപ്പൊ ഫ്രീ കിട്ടുന്ന സാധനത്തിന് നമുക്ക് എവിടെയും വിലയുണ്ട്, വാല്യൂ കൊടുക്കുമ്പോൾ അല്ലേ. നമുക്ക് അതിന്റെ ഒരു വാല്യൂ കൊടുക്കുന്ന ഫ്രീ കിട്ടാത്ത സാധനമല്ലേ. അത് കൃത്യമായി സാറ് മനസ്സിലാക്കിയിട്ട് അങ്ങ് നിന്നാൽ മതി. അത് വന്നോളും, സാറിലേക്ക് വരുന്നുണ്ട്, അത് വരുമെന്ന് അറിയാം. ആ സമയത്ത് ഒന്ന് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അറ്റൻഷൻ കൊടുക്കാനാ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും പരിപാടി മുടങ്ങിപ്പോയിട്ടില്ലല്ലോ. നിങ്ങൾ നേരത്തെ എനിക്ക് നല്ല ടെൻഷൻ വരുന്നു, പക്ഷെ ഇപ്പൊ അത് ടെൻഷൻ വരത്തില്ല. ഞാൻ അതിനെ റിലാക്സ് ചെയ്ത് പോകുന്നുണ്ട്. റിലാക്സ് ആകുമ്പോൾ മാത്രമാണ് അത് സുഖമായിട്ട് നമ്മളിൽ കടന്നു പോവുക. അതിനാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, വെൽത്തി മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഇതേ സിറ്റുവേഷൻ അനുസരിച്ചാണ്. എവിടെ മാറുമ്പോഴും വെൽത്തിൽ ഒരു മൈൻഡ്ഫുൾനെസ് നമ്മൾ കാണണം.
വെൽത്തി മൈൻഡ് സെറ്റ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ വാക്ക് അവിടെയാണ് ഉപയോഗിച്ചത്, കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയി സാർ ഇത്? ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആ ഫിയർ ഉണ്ടാവില്ലല്ലോ. ഇല്ല ഇല്ല. ആ ഫിയർ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതെന്നെ എന്നെ ഒന്നുകൂടി അലൈൻ ചെയ്യുകയാണ്. ഇറ്റ്സ് കോൾഡ് ആസ് അലൈൻമെന്റ്. അതൊരു അലൈൻമെന്റ് മാത്രമാണ്. ഡൗട്ട് സാറ് അവിടെ, സാറേ ഒരു ചെറിയ ഡൗട്ട് അവിടെ. പിന്നെ സാറിന് ഇപ്പൊ പറഞ്ഞല്ലോ, ശ്രീ സാറ് പറഞ്ഞു പിന്നെ അവിടെ പിടിച്ച് കുലുക്കുന്നു എന്ന് പറഞ്ഞു. അത് മണി വരുമ്പോഴാണോ അല്ല പോകുമ്പോഴാണോ? എനിക്കത് കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല. സാറിന് ആ ഒരു മണി വരുമ്പോ പിന്നെ എവിടെയാണ് ആ ഒരു സംഭവം വരുന്നത്? പിടിച്ചു കുലുക്കുന്നെന്ന് പറഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് ഒരു ദിവസം വരുമ്പോഴത്തേക്ക് എന്നെ അത് നടക്കും ഇല്ല എന്നൊരു ഡൗട്ട് വരും. എന്റെ കയ്യിൽ കറക്റ്റ് എന്റെ കയ്യിൽ പൈസ എത്തത്തില്ല. ഒന്നുകിൽ ബാങ്കിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും അവധിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരും. അവിടെ അങ്ങനെ ഒരു ബ്ലോക്ക് വരും. കൃത്യമായിട്ട് ആ സമയത്ത് നടന്നിരിക്കും, സംഭവം നടക്കും. ബ്ലോക്ക് സംഭവിക്കുന്നില്ല. നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾ എളുപ്പത്തിൽ ഉദാഹരണം പറയാം. നമ്മളൊരു ചെറുപ്പത്തിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഓട്ട മത്സരത്തിൽ നമ്മളെല്ലാം പൊതുവെ ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ ഓടുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ, നമ്മൾ മുമ്പേ ഓടിയിട്ടുണ്ടാവും, എല്ലാവരും ഓടുന്നുണ്ടാവും. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവാറുണ്ടോ ഇല്ലയോ? നമ്മളാണ് ജയിക്കുന്നത് ഉറപ്പിച്ചാലും, നമ്മൾ മറ്റൊരിടത്ത് ആരെക്കാളും മുന്നിൽ തന്നെയാണ് ഞാൻ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിലും ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നമുക്കൊരു ചെറിയൊരു വൈബ്രേഷൻ വരില്ലേ? ഫീൽ ചെയ്യില്ലേ? ഞാനെത്തും, എന്നെക്കാളും ഒരു സെക്കൻഡ് മുമ്പ് ഒരു സ്റ്റെപ്പ് അവൻ ചാടിക്കഴിഞ്ഞാൽ തീർന്നു അല്ലേ? ആ ഒരു ഫിനിഷിംഗ് പോയിന്റിൽ വരുമ്പോഴല്ലേ അതിന്റെ സുഖം ഉണ്ടാവുക? അല്ലെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആവില്ലേ നമ്മൾ ചെയ്യുന്നത്? ഞാൻ തന്നെയാണ് എന്നും വിജയി എന്ന് തോന്നില്ലേ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? അത് പ്രത്യേക ഒരു ഫീലിംഗ് ആണ് ആ സമയത്ത് നമുക്കത്. അപ്പോഴാണ് ആ മണിക്ക് ശരിക്കും വാല്യൂ ഉണ്ടാവുക. അപ്പോഴേ ആ മണിക്ക് വാല്യൂ ഉണ്ടാവും. ഞാൻ ഇന്ന് ജലീലിനോട് നേരത്തെ പറഞ്ഞ കഥ ജലീലിന് ഓർമ്മയില്ലേ? കൃത്യമായി പറഞ്ഞത് തന്നെയാണ്. നമ്മളത് കോൺഫിഡൻസ് എന്താ മതി, ഇത് വരും. അവിടെ ഫിയറൊക്കെ സ്വാഭാവികം. കുറച്ച് നമുക്കുള്ള ഒരു എന്താ പറയാ, ഒരു ചെറിയ ടെൻഷൻ നമുക്കുണ്ടാവും. അപ്പോഴാണ് മണിയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മാത്രമേ അത് നമ്മൾ റെസ്പെക്ട് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് കൊടുക്കില്ല. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെലവാക്കി കഴിഞ്ഞാൽ റെസ്പെക്ട് കിട്ടുമോ? റെസ്പെക്ട് കൊടുക്കുമോ? പിടിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ അതിനോട് ഇത് കൊടുക്കുക. അത് മണിയുടെ ഒരു സിസ്റ്റമാണ്. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു. ജലീലിന് ഡൗട്ട് ഇപ്പോഴും ഉണ്ടല്ലേ? കണക്ട് ആയി കിട്ടാത്തോണ്ടല്ലേ? അതിലല്ല, ഞാൻ സത്യത്തിൽ എനിക്ക് മനസ്സിലായി സാറിന് സെയിം ഇതേ ഫീലിങ്സ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു. പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കൈ കിട്ടുന്ന വിചാരിക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്, ആ സംഭവം ഉണ്ടാവാറുണ്ട്. കറക്റ്റ് ആണ് സാർ പറഞ്ഞത്. ഞാനതിങ്ങനെ ആലോചിച്ചു. ശരിയാണ്, കറക്റ്റാ. പിന്നെ അതുപോലെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഇതൊരു ഒപ്പോസിഷനോ അല്ലെങ്കിൽ ഒരു സാർ പറഞ്ഞു വന്നതിന് ഒരു എതിർപ്പോ ഒന്നുമല്ല. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ തന്നെ സാറ് പറഞ്ഞു വന്നു, നമ്മൾ ആക്ച്വലി നമ്മൾ എന്താണ് പിന്നെ ആ ഒരു ഫീലിംഗ് റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാവണം നമുക്ക് എപ്പോഴും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് ഒരു കടയിൽ സാർ പറഞ്ഞു ഇപ്പൊ ഇവിടെ 150 ഇന്ത്യൻ റുപ്പീസ് നമ്മളെ ടൊമാറ്റോക്ക് പറഞ്ഞു. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പറയാണ് ഇവിടെ ഭയങ്കര പൈസ ആണ്, നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോവാണ്. അവിടെ നമ്മള് ഏത് മൈൻഡ് സെറ്റ് ആണ് അപ്പം വരുന്നത്? ശരിക്കും നമ്മൾ അത് കൊടുത്തു പോകുമ്പോ ആ ഒരു മണി നമ്മൾ കൊടുത്ത് അത് ഒഴിവാക്കുമ്പോൾ നമ്മൾ ആ റിച്ച് മൈൻഡ് സെറ്റിൽ ഒരു പുവർ മൈൻഡ് സെറ്റിലോട്ട് പോയി പോകുന്നുണ്ടോ? അതല്ല അവിടെ എന്തോ ഒരു വേരിയേഷൻ വരുന്നുണ്ടോ? അത് രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കല്ല. എനിക്കൊരു ചെറിയ ഡൗട്ട് അവിടെ വന്നു പോയി, അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, പോവില്ല, അങ്ങനെ പോവില്ല. അതാണ് ഞാൻ പറഞ്ഞ വാല്യൂ നമ്മൾ ഉണ്ടാക്കണം. സി വാട്ട് വി ആർ ബൈയിങ്, there is a value for it. അല്ലെ? ആ വാല്യൂനാണ് നമ്മൾ മണി കൊടുക്കുന്നത്. ആ മണി വാട്ട് വി ആർ പേയിങ് ഫോർ ദ വാല്യൂ ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ് അല്ലെ? അപ്പൊ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അവന്റെ വായിൽ ഇരിക്കുന്നതാണോ അതിന്റെ വാല്യൂ? അത് നമുക്ക് അറിയണം. ആ പ്രൊഡക്റ്റിന് എത്ര വാല്യൂ ഉണ്ട് നമ്മളല്ലേ, നമുക്കല്ലേ സാധനം ആവശ്യമുള്ളത് അല്ലെ? ഐ ആം ബൈയിങ് ദിസ് വാട്ടർ, ദിസ് ഈസ് ഫോർ മൈ. സിമ്പിൾ ആയിട്ട് പറയാം, ഈ വാട്ടർ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ, ഹ്യൂജ് ആയി വാങ്ങിക്കുമ്പോൾ നമുക്കിവിടെ ഒരു 25 പിൽസ് കൊടുത്താൽ മതി ഇല്ലേ? ആണല്ലോ ഇതിന്റെ വാല്യൂ. അപ്പോ കാരണം ബൾക്കായി വാങ്ങിക്കാൻ 25 പിൽസ് കൊടുത്താൽ ഈ സാധനം കിട്ടും. പക്ഷേ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് നമ്മൾ കയറി ചെന്നാൽ നമ്മൾ ഇതിന് എത്ര പൈസ കൊടുക്കും?
50 ദിർഹംസ് വരെ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എയർപോർട്ടിലാണെങ്കിൽ 500 കൊടുക്കണം. മെറ്റീരിയൽ മാറുന്നില്ലല്ലോ. അവിടെ എന്താണ് എന്തുകൊണ്ടാണ് ആ സാധനം അവിടെ വിറ്റുപോകുന്നത്? ഒന്നതിന്റെ വാല്യൂ, ആ മൂല്യം മാറുകയാണ്. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ കയറുമ്പോൾ ഇതിന് മൂല്യം മാറി, അത് 5 സ്റ്റാർ ആയി മാറി. ഒന്നാമത്തത്. രണ്ടാമത്തത്, നമുക്ക് അത് മാത്രമേ അവിടെ നമ്മുടെ നെസസിറ്റി ആണ്, നമുക്ക് ഇത് മാത്രമേ അവിടെ അവൈലബിൾ ഉള്ളൂ. മറ്റൊരു സാധനം ഓപ്ഷൻ ഇല്ല അവിടെ, അല്ലേ? നേരത്തെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, 5 സ്റ്റാർ ഹോട്ടൽ താമസിച്ച് തൊട്ടടുത്ത തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്, അല്ലേ? അതുപോലെ ഇത് എവിടെയാണോ എവിടെ ഇരിക്കുന്നു അവിടെയാണ് ഇതിന് വാല്യൂ ഉള്ളത്. അല്ലാതെ ഈ പ്രൊഡക്റ്റിനല്ല വാല്യൂ. എവിടെ ഇരിക്കുന്നു അവിടെയാണ് വാല്യൂ. അതായത് ആരാണ് ഇത് ഉപയോഗിക്കുന്നത് അവനനുസരിച്ച വാല്യൂ. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, 5 സ്റ്റാർ ഹോട്ടൽ 50 ദിർഹംസിന് വിൽക്കുന്നു. നമ്മൾ പുറത്തുള്ള ഒരാൾ പോയി ചാടിക്കറി 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് 50 ദിർഹംസിന് വാങ്ങിക്കുമോ? കാരണം നമുക്ക് നെസസിറ്റി അല്ല, നമുക്ക് പുറത്ത് കിട്ടും ഈ സാധനം. പിന്നെ നമ്മൾ അവിടെ പോകുന്നത്. അപ്പൊ അതേപോലെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു വസ്തുവിന്റെ വാല്യൂ നിശ്ചയിക്കുന്നത് നമ്മളാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ആ വാല്യൂ എത്രയാണ്. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന കോട്ടിന്റെ വാല്യൂ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് തോന്നിയ വിലക്ക് വാങ്ങിച്ചിട്ട് ഇതിന്റെ വാല്യൂ വെക്കലല്ല. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാൻഡഡ് ഐറ്റംസിന്റെ അവസ്ഥ എവിടെ എത്തുന്നു ആലോചിച്ച് നോക്കാം. അത് പൂർ സെറ്റ് മൈൻഡ് സെറ്റ് അല്ല, അതാണ് കൃത്യമായ മണി മൈൻഡ് സെറ്റ്. അത് നമ്മൾക്ക് നിശ്ചയിക്കാൻ നമുക്ക് പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അതാണ് ഞാൻ കേരളത്തിൽ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. കടക്കാരൻ പറയുന്ന വില കൊടുത്തു സാധനം വാങ്ങിക്കുക, അവനോട് പറയാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഓപ്ഷൻ ഇല്ല അവിടെ. ആ മാർക്കറ്റ് അങ്ങനെയാണ്, അത് പാടില്ല. മാർക്കറ്റിൽ വില നിശ്ചയിക്കുന്ന കസ്റ്റമറാണ്. കസ്റ്റമർ വില നിശ്ചയിക്കാൻ പറ്റണം. പക്ഷെ ആ കോൺസെപ്റ്റ് ഒക്കെ മാറാൻ കാരണം ഗ്ലോബലൈസേഷനായി ബാംഗ്ലൂരും ഇതുണ്ടാവുന്നുണ്ട് സാറേ. ഏഹ് ബാംഗ്ലൂരും നമ്മൾ പുറത്തുനിന്ന് ചെല്ലുന്നവരെന്ന് നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്നവർ ഡ്രിങ്ക്സ് വാങ്ങി കഴിഞ്ഞാൽ, വലിയ ഡ്രിങ്ക്സ് കൊക്കക്കോള മേടിക്കണമെങ്കിൽ പറയും MRP-യെക്കാളും കൂടുതൽ 5 രൂപ അധികം വേണമെന്ന് പറയും. കേരളത്തിൽ അത് പറയത്തില്ല. അതെ, അവിടുത്തെ നെസസിറ്റി ആണ്. നമുക്ക് കുടിക്കുന്നവൻ തോന്നിയാൽ മാത്രമേ അവൻ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ മേടിക്കില്ല. അവൻ മേടിക്കാൻ വിട്ടിട്ടില്ലേ? നമ്മൾ കുടിക്കുന്നവരാണ് തോന്നുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ MRP ഇതാണല്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അത് ഇവിടെ കൂളി ചെയ്ത് കൊടുക്കുന്നതിന് പൈസ കൂടുതലാണെന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിൽ അത് വാങ്ങത്തില്ല. അത് കേരളത്തിൽ നിങ്ങൾ അറിയുന്നിടത്താ, നിങ്ങൾ അറിയാത്തടത്ത് പോയി വാങ്ങിക്കുകയും ചെയ്യും. എല്ലാം ഉണ്ട്. അത് ഓരോ ആൾക്കാരുടെ ഇതാണ്. അല്ല, അതൊക്കെ പിന്നെ അവരവരുടെ സെയിലല്ലേ, അതുകൊണ്ട് മാത്രമാണ്.